ലോകമെമ്പാടും ഇന്ന് ടെലിവിഷനിലൂടെയും ഇതര മീഡിയ വഴിയുമായി ഞങ്ങളെ വീക്ഷിക്കുന്നവരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ഇന്ന് പകൽ കേൾക്കുവാനായി പോകുന്നത്. ഈ പ്രഭാതത്തിൽ ഈ വചന കേൾവി വലിയ ഒരു ചൈതന്യം നിങ്ങളിൽ ഉളവാക്കുമെന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. ഒട്ടും സങ്കോചം കൂടാതെ വേഗത്തിൽ ആ തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗവുമായി സമർപ്പിപ്പീൻ. ഈ വാക്യം ഇതിനോടകം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പിന്നെയും അത് വായിക്കുവാൻ എനിക്ക് അല്പം പോലും കൊതുകമില്ല. ഞാൻ പിന്നെയും അത് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ. ഇവിടെ പൗലോസ് ശ്ലീഹ റോമയിലുള്ള വിശുദ്ധന്മാരെ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് കർത്താവിൻ്റെ ഹൃദയം അറിഞ്ഞ് ഒരു പ്രബോധനം അവർക്കായിട്ട് പറയുകയാണ്. അവരെ എക്സോട്ട് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഞാൻ എക്സോട്ട് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവിൻ്റെ ഹൃദയത്തിനൊത്ത് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് കർത്താവിൻ്റെ ഹൃദയത്തിനൊത്തുള്ള പ്രബോധനം? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, അടുത്ത വാക്ക് നോക്കിക്കേ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ബുദ്ധിയുള്ള ആരാധന എന്നുള്ളിടത്ത് എഴുതിയിരിക്കുന്നത് ബുദ്ധി കൊണ്ടുള്ള ആരാധന എന്നല്ല. ശ്രദ്ധിച്ചു നോക്കിയാട്ടെ, നിങ്ങൾ ബുദ്ധി കൊണ്ടുള്ള ആരാധനയായി എന്നല്ല, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. അതിന്റെ മറ്റൊരാശയം എടുത്താൽ ഇങ്ങനെ എടുക്കാം, വിവേകമുള്ള ആരാധനക്കാരായി, തിരിച്ചറിവുള്ള ആരാധനക്കാരായി. ഒന്നുകൂടി ആ വാക്യം ആരംഭത്തിൽ തൊട്ട് നോക്കിയാട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ഈ പ്രബോധനം പൗലോസിന്റെ ചിന്തയിൽ നിന്ന് വന്നതല്ല, കർത്താവിന്റെ മനസ്സിൽ നിന്ന് വന്നതാണ്. ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്നാൽ, അപ്പൊ കർത്താവിന്റെ ഹൃദയത്തിലുള്ള ഒരു പ്രബോധനമാണ് ഇവിടെ പൗലോസ് വിശുദ്ധന്മാരോട് നടത്തുന്നത്. എന്താണ് കർത്താവിന്റെ ഹൃദയത്തിലുള്ള ഈ പ്രബോധനം? ഇതിന്ന് രാവിലെ കേൾട്ടെ. ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. നിങ്ങൾ ബുദ്ധി കൊണ്ടുള്ള ആരാധനയെന്നോ ബുദ്ധിയിലുള്ള ആരാധനയെന്നോ അല്ല, ബുദ്ധിയുള്ള ആരാധനയായി. നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ വിവേകമുള്ള ആരാധനയുള്ളവരായി, തിരിച്ചറിവുള്ള ആരാധനയുള്ളവരായി. എന്താണ് തിരിച്ചറിവുള്ള ആരാധന എന്നാണ് താഴേക്ക് വിശദീകരിക്കുന്നത്. ഒന്നുകൂടെ താഴേക്കൊന്ന് തൊട്ടാട്ടെ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവീൻ. നോക്കൂ, ബുദ്ധിയുള്ള ആരാധന എന്താണ്? വിവേകമുള്ള ആരാധന എന്താണ്? വിവേകമില്ലാത്ത ആരാധന എന്താണ്? ഇവിടെ അതാണ് കമ്പാരിസൺ. 2-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നാൽ, ഈ ലോകത്തിന് അനുരൂപരാകാതെ, കണ്ടോ, പറഞ്ഞു വായിച്ചു, ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പോ രണ്ട് കൂട്ടരുടെ ആരാധനക്രമം ഇവിടെ ഉണ്ട് നിലവിൽ. ഒന്ന് ഈ ലോകത്തിന്റെ ആരാധനക്രമം, രണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹത്തിനൊത്തമുള്ള ആരാധന. അടുത്തിരിക്കുന്ന ആളോ ഒന്ന് കരം കൊടുത്ത് ഇത് രണ്ടും ഒന്ന് പറഞ്ഞേ. ഒന്ന് ഈ ലോകത്തിന്റെ ക്രമത്തിലുള്ള ആരാധന, രണ്ട് കർത്താവിന്റെ ഹൃദയത്തിനൊത്തവണ്ണമുള്ള ആരാധന. ഇത് രണ്ടും ഇവിടെ വിശദീകരിക്കുമ്പോഴാണ് താഴേക്ക് ആ വിശദീകരണം നൽകുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ. അത് ഞാൻ മേളിൽ നിന്ന് എടുത്തു വന്നാലേ ആ താഴേക്കുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ബുദ്ധിയുള്ള ആരാധനയായി. നിങ്ങൾ ബുദ്ധിയിലുള്ള എന്നല്ല, ബുദ്ധി കൊണ്ടുള്ള എന്നുമല്ല, ബുദ്ധിയുള്ള, വിവേകപൂർണതയുള്ള, തിരിച്ചറിവുള്ള ആരാധനയായി. എന്താണ് തിരിച്ചറിവുള്ള ആരാധന? ഇതാണ് ചോദ്യം. എന്താണ് തിരിച്ചറിവുള്ള ആരാധന? തിരിച്ചറിവിലുള്ള ആരാധന എന്താണ്? തിരിച്ചറിവിലുള്ള ആരാധന എന്താണെന്നാ താഴെ വായിക്കുന്നേ. അടുത്തത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഒന്ന് ശ്രദ്ധിക്കേണ്ട കുറെ പ്രയോഗങ്ങൾ ആ മലയാളം പ്രയോഗത്തിൽ തന്നെയുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ ഒത്തിരി ആശയങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ ആ മലയാളത്തിൽ തന്നെ ഒരുപാട് ആശയങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്. നിർത്തി വായിച്ചാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകുകയുള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ബുദ്ധിയിലുള്ള തിരിച്ചറിവിലുള്ള ആരാധന എന്താന്ന് വിശദീകരിക്കുക. നിങ്ങളുടെ ശരീരങ്ങളെ. അപ്പൊ ഇത് ശരീരം കൊണ്ടുള്ള ആരാധന തന്നെയാണ്.
എന്നിട്ട് അത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ആരാധന കഴിയുമ്പോൾ ഇത് മൂന്നും നിങ്ങൾക്ക് കിട്ടും എന്നാണോ അവിടെ പറയുന്നത്? നിങ്ങൾക്കിത് കിട്ടിയത് കൊണ്ട് ഇങ്ങനെ സമർപ്പിപ്പീൻ എന്നാണോ അവിടെ പറയുന്നത്? ശ്രദ്ധിച്ചു കേട്ടെ, ഒന്നുകൂടെ അത് വായിച്ചോ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഒരു കാര്യത്തെ കൊണ്ടുതരുവീൻ, സമർപ്പിപ്പീൻ എന്ന് പറയുന്നതിന്റെ ആശയമാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. എങ്ങനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള, ഒന്നുകൂടെ വായിച്ചോ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. അപ്പം കുറച്ചുകൂടെ ഒന്ന് തെളിച്ചാൽ ഇങ്ങനെ മനസ്സിലാകും. ആരാധന, തിരിച്ചറിവിലുള്ള ആരാധന ഇതാണ്: എൻ്റെ ശരീരം ദൈവീക ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ആക്കി ദൈവം മാറ്റിയിരിക്കുന്നു എന്നറിഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ അതിനെ സമർപ്പിക്കുന്നതാണ് തിരിച്ചറിവിന്റെ ആരാധന. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എന്നതാ തിരിച്ചറിവിന്റെ ആരാധന? ആരാധന കഴിയുമ്പോൾ ഞാൻ വിശുദ്ധനാകുമെന്ന ചിന്തയല്ല, ആരാധന കഴിയുമ്പോൾ എനിക്ക് ജീവൻ കിട്ടുമെന്ന ചിന്തയല്ല, ആരാധന കഴിയുമ്പോൾ എനിക്ക് ചൈതന്യം ഉണ്ടാകുമെന്ന ചിന്തയല്ല. എനിക്ക് ചൈതന്യം ഉളവാക്കി യേശു തന്നിരിക്കുന്നു, യേശുവേ അതിന് നന്ദി എന്ന് പറഞ്ഞ് ഓരോ ആരാധനയ്ക്ക് വരുന്നവനും കർത്താവിൻ്റെ മുമ്പാകെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും ഉള്ളതായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതാണ് ബുദ്ധിയിൽ തിരിച്ചറിവിലുള്ള ആരാധന. ഹല്ലേലൂയ. ഇനി ഈ ലോകത്തിന്റെ ആരാധന എന്താ? ഈ ലോകത്തിൽ ആരാധനയ്ക്ക് വരുന്നവർ പ്രസാദമായിട്ട് വരുന്നില്ല. ഈ ലോകത്തിൽ ആരാധനയ്ക്ക് വരുന്നവർക്ക് ആരാധനയ്ക്കൊടുവിലാണ് പ്രസാദം കിട്ടുന്നത്. ഹലോ, പ്രസാദം ലഭിച്ചുകൊണ്ട് ആരാധനയ്ക്ക് വരുന്നവരില്ല ഈ ലോകത്തിൽ. ഈ ലോകത്തിൽ ആരാധനയ്ക്ക് വരുന്നവരുടെ എല്ലാ ഉദ്ദേശം ആരാധന കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നാണ്. എന്നാൽ ദൈവമക്കളെ, നിങ്ങൾ ദൈവം പ്രസാദിച്ചത് കൊണ്ട് ആരാധിക്കാൻ വന്നവരാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്ത്. അതാ മേളി പറയുന്നത്, താഴെ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും. കണ്ടോ, ഇത് നിങ്ങൾക്ക് ലഭിച്ചവരാ നിങ്ങൾ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. ഇതാണ് ദൈവഹിതം. നന്മ, പ്രസാദം, പൂർണ്ണത, ഇതാണ് ദൈവഹിതം എന്നറിഞ്ഞ് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി ഇതിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുവരുവീൻ. ഹല്ലേലൂയ. ഇതിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ റെനോവേറ്റ് ചെയ്യുവീൻ. ഇതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവീൻ. ഞാൻ ആരാധിച്ച് പ്രസാദം നേടുന്നവനല്ല, ദൈവം എൻ്റെ മേൽ പ്രസാദിച്ചുകൊണ്ടാ ഞാൻ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരാൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞേ, ആരാധനക്കൊടുവിലല്ല പ്രസാദം, പ്രസാദിച്ചുകൊണ്ട് നന്ദി പറയാൻ വരുന്നതാണ് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പഴയ നിയമ ആരാധനയും പുതിയ നിയമ ആരാധനയും തമ്മിലുള്ള വ്യത്യാസം. നോക്കിക്കാട്ടെ, ഇങ്ങോട്ട് നോക്കിക്കാട്ടെ. പഴയ നിയമത്തിൽ നോക്ക പഴയ നിയമത്തിൽ ശ്രദ്ധിച്ചു കേൾക്ക്. പഴയ നിയമത്തിൽ ഒരു പുരോഹിതൻ യാഗവസ്തുവുമായി ആരാധനയ്ക്ക് അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ, പഴയ നിയമത്തിൽ ഒരു പുരോഹിതൻ യാഗവസ്തുവുമായി ആരാധനയ്ക്ക് അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ അവന് പ്രസാദം കിട്ടിയിട്ടില്ല മോനെ. അവൻ നോക്കി പാർക്കുന്നത് എന്തിനാണെന്നറിയോ? ദൈവം ഇതിലൊന്ന് പ്രസാദിച്ചാൽ മതിയായിരുന്നു. ദൈവമേ, ഞാൻ കൊണ്ടുവന്ന കാളക്കുട്ടിക്ക് ഊനമുണ്ടോ? ഞാൻ കൊണ്ടുവന്ന് തടിപ്പിച്ച മൃഗത്തിന് ഊനമുണ്ടോ? ദൈവം ഇതിനകത്ത് പ്രസാദിക്കുമോ എന്ന ചിന്തയില ആരാധനക്കാരൻ പഴയ നിയമത്തിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നിങ്ങൾ ഞാനും ആരാധിക്കാൻ കാര്യം, യേശു ക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ പുത്രനിലൂടെ ദൈവം നമ്മുടെ മേൽ പ്രവേശിച്ചിരിക്കുന്നു, പ്രസാദിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് നിങ്ങളുടെ ആരാധന ആരംഭിക്കുന്നത്. ഓ, എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? ഇങ്ങോട്ടൊന്ന് വന്ന് ഒന്ന് തിരിച്ചൊന്ന് പറഞ്ഞേ. അത് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞാലേ അത് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. കാരണം അത് എളുപ്പമല്ല. എന്താണ് ഈ ലോകത്തിൻ്റെ ആരാധനക്രമം? എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന ആരാധനക്രമം? ഈ ലോകത്തിൻ്റെ ആരാധനക്രമം നമ്മൾ കൊണ്ടുവരുന്നത് കൊണ്ട് ദൈവം പ്രസാദിക്കുന്നു. എങ്ങനെയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവരുന്നു.
എന്നാൽ പുതിയ നിയമത്തിലെ ആരാധന പ്രസാദം ലഭിച്ചവൻ, തിരിച്ചറിവുള്ള ആരാധന, ദൈവത്തിന്റെ പ്രസാദം യേശുക്രിസ്തുവിലൂടെ ലഭിച്ചു എന്ന് തിരിച്ചറിഞ്ഞവൻ. ആ തിരിച്ചറിവിൽ നിന്നോണ്ടാണ് ആരാധനയ്ക്ക് വരുന്നത്. ഇന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന അത്രയും പേരോടും പറയാം, ഈ ആരാധനയ്ക്കൊടുവിൽ ദൈവപ്രസാദം നിങ്ങളുടെ മേൽ വീഴുമെന്ന് നിങ്ങൾ കാത്തിരിക്കേണ്ട. ദൈവപ്രസാദം ലഭിച്ചത് കൊണ്ടാണ് നിങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ വന്നിരിക്കുന്നത്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഒരു കരത്തിൻ്റെയോ നിങ്ങളുടെ ഒരു ഭൗതിക ചേഷ്ടയിലോ പ്രവൃത്തിയിലോ അല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിച്ചത് പുത്രനിലാണ്. പുത്രനിൽ പ്രസാദിച്ച ദൈവപ്രസാദത്തിൽ കയറുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ. ഓ, കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തേ. പഴയ നിയമത്തിൽ ആരാധനയ്ക്ക് വരുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഒടുവിലാണ് അവൻ നോക്കുന്നത്. ഇന്ന് ദൈവം ചിലപ്പം പ്രസാദിക്കുമായിരിക്കും. പക്ഷെ ഇവിടെ ഇന്ന് ആരാധനയ്ക്ക്, അതുകൊണ്ട് തന്നെ ആരാധന കഴിയണം മുഖം തെളിയണമെങ്കിൽ മുഖം ആകെ ഗൗരവത്തിലും നിരാശയിലുമായിരിക്കും. കാരണം ദൈവം എൻ്റെ മേൽ പ്രസാദിക്കുമോ എന്നുള്ള ചിന്തയാണ്. പക്ഷേ ഇന്ന് പുതിയ നിയമത്തിൽ ആരാധനയ്ക്ക് വരുന്നവനറിയാം, ദൈവം എൻ്റെ മേൽ പ്രസാദിച്ച് അവന്റെ കൃപ എൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കുന്നു. അങ്ങനെ ആരാധിക്കാൻ വന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ടെലിവിഷനിലൂടെ ഇന്ന് തന്നെ ലോകരാജ്യങ്ങളിൽ കേൾക്കുന്നവരെ, നിങ്ങൾ പ്രസാദത്തിന് വേണ്ടി നോക്കി പാർക്കുന്നവരല്ല, നിങ്ങൾ പ്രസാദം ലഭിച്ചവരാണ്. ഹല്ലേലൂയ. ഇതിലേക്ക്, ഈ ചിന്തയിലേക്ക് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അതാണ് ഈ രണ്ടാമത്തെ വാക്യം, 12ാം അധ്യായത്തിന്റെ, റോമാലേഖനം 12ാം അധ്യായത്തിന്റെ 2ാമത്തെ വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകത്തിന്റെ ആരാധന ക്രമങ്ങൾക്ക് അനുരൂപം. ഇനി പഴയ നിയമത്തിലേന്ന് മാത്രമല്ല, ഏത് ദൈവത്തിന്റെ ആരാധനയ്ക്ക് പോക്കോ എല്ലാം കൊണ്ടുചെല്ലുമ്പോൾ ആ പ്രസാദം കിട്ടുന്നത്. ആദ്യമേ നോക്കുന്നത് എന്നറിയോ? എന്നാ കൊണ്ടുവന്നേക്കുന്നേ? സകല പുള്ളികളും നോക്കുന്നത് എന്നാന്നറിയോ? എന്നാ കൊണ്ടുവന്നവൻ എങ്ങനെയുണ്ട്? ഹല്ലേലൂയ. എന്നാൽ ഒരാൾ പോലും ദൈവം എൻ്റെ മേൽ യേശുക്രിസ്തുവിലൂടെ പ്രസാദിച്ചുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കുന്നത് എന്ന തിരിച്ചറിവിൽ ആരാധിക്കുന്നില്ല. അങ്ങനെ പ്രസാദം ലഭിച്ച് ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാ നിങ്ങൾ. കരമടിച്ച് യേശുനാഥന് മഹത്വം. ഇപ്പോൾ തന്നെ തുറന്നു പറയാം, ഇന്ന് ആ തിരിച്ചറിവില്ലാതെ ഒരാൾ പോലും ഇവിടെ നിന്ന് എഴുന്നേൽക്കരുത്. ദൈവപ്രസാദം യേശുക്രിസ്തുവിലൂടെ സിദ്ധിച്ചതുകൊണ്ട് അവനെ ആരാധിക്കുന്നവരാ നിങ്ങൾ. ഹല്ലേലൂയ. രണ്ടുപേർക്ക് കരം കൊടുത്ത് പറഞ്ഞ്, യേശുവിലൂടെ ദൈവപ്രസാദം ലഭിച്ചതുകൊണ്ടാണ് ഈ ദൈവത്തെ ആരാധിക്കുന്നവരാ നിങ്ങൾ. ഹല്ലേലൂയ. പക്ഷെ ഈ ലോകത്തിന്റെ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്, ദൈവഹിതം ഇതാണെന്ന് തിരിച്ചറിയണം. ദൈവഹിതം ഏതാണെന്ന് തിരിച്ചറിയേണ്ടതിന്, ദൈവം എന്നിൽ പ്രസാദിച്ചിട്ടാണ്, ദൈവം യേശുക്രിസ്തുവിലൂടെ പ്രസാദിച്ചത് കൊണ്ടാണ് ഞാൻ ആരാധനയ്ക്ക് വരുന്നത് എന്ന തിരിച്ചറിവ്. റോമാലേഖനം 12ാം അധ്യായത്തിന്റെ 2ാമത്തെ വാക്യം നോക്കി. ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഒടുവില്ല ദൈവപ്രസാദം എങ്ങനെയും കിട്ടുമോന്ന് വിചാരിച്ച വരുന്നേ. പക്ഷെ നിങ്ങളും ഞാനും അങ്ങനെ വന്നവരല്ല. എങ്ങനെയും കിട്ടുമോന്ന് നോക്കിയും കാത്തും വന്നവരല്ല. കിട്ടിയത് കൊണ്ട് കിട്ടിയതിന് നന്ദി പറയാൻ വന്നവരാ. എത്ര പേരുണ്ട് അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നവർ? കർത്താവേ, ഇന്ന് കൈകൊട്ടി നിന്നെ പ്രസാദിപ്പിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഇന്ന് ഞാൻ കരമടിക്കുന്നത് ദൈവം എൻ്റെ മേൽ പ്രസാദിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ കണ്ണു കുഴിച്ചിട്ടോ, എൻ്റെ വയറ് നട്ടല്ലേ ഒട്ടിച്ചിട്ടോ, ഞാൻ പഞ്ഞം കടന്നിട്ടോ, ഞാൻ എന്തൊക്കെയോ പെർഫോമൻസ് നടത്തി ദൈവപ്രസാദം നേടേണ്ട ആവശ്യം എനിക്കില്ല. ദൈവം എൻ്റെ മേൽ പ്രസാദിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ ആരാധന നടത്തുന്നേ, ഞാൻ അവനെ സ്തുതിക്കുന്നത്. ഈ ആരാധനയുടെ ഒടുവിലല്ല പ്രസാദം. ഈ ആരാധന തുടങ്ങുന്നത് തന്നെ ദൈവപ്രസാദത്തിലാണ്. യേശുവിലൂടെ ദൈവം എൻ്റെ മേൽ പ്രസാദിച്ചിരിക്കുന്നു. ഓ, ചേർന്ന് പറഞ്ഞേ, യേശുവിലൂടെ ദൈവം എന്റെ പിതാവായ ദൈവം പുത്രനായ യേശുവിലൂടെ എന്റെ മേൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന ചിന്തയിലേക്ക്, എന്ന തിരിച്ചറിവിലേക്ക് മനസ്സിനെ പുതുക്കണം. കാരണം മനസ്സ് പഴയതിലാണ് കിടക്കുന്നേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സ് പഴയതിലാണ് കിടക്കുന്നേ. മനസ്സെവിടെ കിടക്കുന്നേ? ഇന്നൊന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് നേടണം, ഇന്നൊന്ന് ദൈവത്തെ പ്രസാദിച്ച് നേടണം, ദൈവം എൻ്റെ മേൽ പ്രസാദിക്കുക എന്ന ചിന്തയിലാണ് കിടക്കുന്നേ. ഇതിനകത്തുനിന്ന് ഇതിലേക്ക്, ഏതിൽ നിന്ന് ഏതിലേക്ക്?
ഏതിൽ? ഇന്ന് പ്രസാദിപ്പിച്ച് നേടണം എന്ന ചിന്തയിൽ നിന്ന് ദൈവം 2014 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ സകലവും ചെയ്ത പ്രിയപുത്രനായ യേശു ക്രിസ്തുവിൽ പ്രസാദിച്ചത് കൊണ്ട് ആ പ്രസാദത്തിന്റെ കീഴിൽ നിൽപ്പാൻ ഭാഗ്യം ലഭിച്ചവനാ ഞാൻ എന്ന തിരിച്ചറിവിലേക്ക് ഓരോരുത്തരും മനസ്സ് പുതുക്കണം. റിന്യൂ യുവർ മൈൻഡ്. മനസ്സിനെ പുതുക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, ഈ മൈൻഡ് സെറ്റപ്പ് കൊണ്ടുവരണം, ഈ മൈൻഡ് സെറ്റപ്പ് കൊണ്ടുവരണം. ഇവിടെ ആരാധന ഉയരത്തുള്ളൂ, ഇവിടെ ആരാധന ഉയരത്തുള്ളൂ. അല്ലെങ്കിൽ കൈയടിച്ച് നിങ്ങൾ തോറ്റുപോകും. ഹല്ലേലൂയ. 10 ദിവസം കൈയടിച്ചിട്ട് കിട്ടാത്തപ്പോൾ നിങ്ങൾക്ക് സങ്കടമാകും. ഹല്ലേലൂയ. അല്ലെങ്കിൽ 4 ദിവസം ഉപവസിച്ചിട്ട് കിട്ടാത്തപ്പോൾ നിങ്ങൾക്ക് സങ്കടമാകും. ഇന്ന് നിങ്ങൾ ഉപവസിച്ചോ, പക്ഷെ കിട്ടിയത് കൊണ്ടായിരിക്കണം. ഇന്ന് നിങ്ങൾ കരമടിച്ചോ, പക്ഷെ കിട്ടിയത് കൊണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ നൃത്തം ചെയ്തോ, പക്ഷെ കിട്ടാൻ വേണ്ടി ആയിരിക്കരുത്, കിട്ടിയത് കൊണ്ടായിരിക്കണം. സകലവും സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കുക, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? നൽകിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, നൽകിയിരിക്കുന്നു. പുത്രനിലൂടെ പറഞ്ഞേ, യേശുവിലൂടെ എനിക്ക് സകലവും നൽകിയിരിക്കുന്നു. എനിക്കുണ്ട്. അങ്ങനെ പറയാം, എനിക്കുണ്ട്, എനിക്കുണ്ട്. ഹല്ലേലൂയ. ഉണ്ട് എന്നുള്ള അറിവിൽ നിന്ന് ആരാധന ഉയരട്ടെ. ആ ആരാധനയാണ് നന്ദി പറച്ചിൽ. അല്ലാത്ത എന്നാന്നറിയോ? ഭയങ്കര നിരാശയാ. ഇന്ന് ഞാൻ ഒത്തിരി നേരം കൈകൊട്ടി വേർത്തു, പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. ഒത്തിരി ദൈവമേ ഞാൻ ചെയ്തു, പക്ഷെ എനിക്ക് ഒന്നും കിട്ടിയില്ല. ഇവിടെ ഞാൻ ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഓർത്തോ, കൃപ ലഭിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയണ്ട, കൃപ ലഭിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. കരമടിച്ചത് യേശുദാസന് മഹത്വം കൊടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം, ഈ ആരാധന ഇവിടെ ഉയരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ്, അതാ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മൈൻഡ് സെറ്റ് ഒന്ന് പുതുക്കണം. അതൊന്ന് പറയണ, ഒന്ന് പറഞ്ഞേ ബ്രദറെ. യേശുവിനെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ യേശുവിന്റെ ജീവൻ എന്നിലേക്ക് വന്നു കഴിഞ്ഞു. ഈ തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകുന്നു. 2, വിശുദ്ധനായ യേശു എന്റെ ഉള്ളിൽ വന്നപ്പം അവന്റെ വിശുദ്ധിയിൽ ഞാനും വിശുദ്ധനായി തീർന്നു എന്ന തിരിച്ചറിവ്. നന്മയും ശരീരങ്ങള് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ശരീരം. ഇന്ന് ഇത് 3 ഇത് 3 ഓൾറെഡി എന്റെ അകത്ത് തന്നു, യേശുവിലൂടെ ലഭിച്ചു കഴിഞ്ഞു. നന്മ, ജീവൻ, വിശുദ്ധി, പ്രസാദം, ദൈവപ്രസാദം. ഇത് 3 നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതിനെ ഓരോന്നിനെ എടുത്തു പറഞ്ഞാലേ ഇനി വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ. എന്താണ് യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ചത്? യേശുവിലൂടെ നിങ്ങൾ ആരാണ് ആയത്? ഒന്നുകൂടെ നിങ്ങളെ വാക്യം നോക്കി. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, നിങ്ങൾ തിരിച്ചറിവുള്ള ആരാധനയായി, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്, കേട്ടില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, സമൃദ്ധമായ ജീവനുണ്ട്. അപ്പൊ യേശുവിലൂടെ നിങ്ങൾക്കും എനിക്കും കിട്ടിയത് തന്നെ. ഉറക്കെ പറ, വായു തുറന്ന് പറ. ഞാൻ വന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനും. സമൃദ്ധമായ ജീവനാണ്. അപ്പൊ യേശുവിനെ സ്വീകരിച്ചപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയേ? ജീവനുണ്ട്. അപ്പൊ യേശു വന്ന എന്നിൽ എന്തോ ഉണ്ട്? ജീവനുണ്ട്. ആദ്യത്തെ ജീവനാ. പിന്നെ നന്മ, ജീവനും വിശുദ്ധി. എന്താ വിശുദ്ധി എന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എഫേസ്യർ 4-ാം അധ്യായത്തിൽ നമ്മളത് വായിച്ചിട്ടുണ്ട്. എഫേസ്യർ 4:24 തോന്നുന്നു, അത് വായിച്ചിട്ടുണ്ട്. നമുക്കറിയാം വാക്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഫോഷ്ക്ക് ഉപേക്ഷിച്ച്, ഓരോരുത്തൻ തൻ്റെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നീതിയുടെ ഫലമായ വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. നീതിയുടെ ഫലമാണ് വിശുദ്ധി. യേശു എന്ന വിത്തിനെ സ്വീകരിച്ചപ്പോ എന്നിലും നിങ്ങളിലും ഉണ്ടായ ഫലമാണ് വിശുദ്ധി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധൻ വന്നപ്പോഴാണ് നാം വിശുദ്ധരായത്. ജീവനുള്ളവൻ വന്നപ്പോഴാ നമുക്ക് ജീവനുണ്ടായേ. ഉദാഹരണം പറയാം. ഇതാണ് ആരാധനക്കാരൻ. ഒന്ന് നന്നായിട്ട് നിന്നേ. ഇതാണ് ആരാധനക്കാരൻ. ഈ നിൽക്കുന്ന ആരാധനക്കാരൻ ആരാധിക്കാൻ ലോകത്തിന് വരുമ്പോ ലോകത്തിന് അനുരൂപരായ ആരാധന എങ്ങനെയാണെന്നറിയോ? ലോകത്തിന്റെ ആരാധന ഏതാണെന്നറിയോ? ഒന്നുമില്ല, ജീവനില്ല, വിശുദ്ധിയില്ല, ദൈവപ്രസാദമില്ല. ഇത് 3 കിട്ടാൻ വേണ്ടിയാ വരുന്നേ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ഈ ആരാധനക്കാരൻ ആരാധിക്കാൻ വരുമ്പോഴേ ഈ ആരാധനക്കാരനായ ഈ മനുഷ്യൻ അറിയാം, യേശുവിനെ സ്വീകരിച്ച എന്നിൽ അവന്റെ ജീവൻ തുടിക്കുന്നു. വിശുദ്ധനായ യേശു വന്ന എൻ്റെ ഉള്ളിൽ അവന്റെ വിശുദ്ധി തുടിക്കുന്നു. ദൈവം യേശു ക്രിസ്തുവിലൂടെ എൻ്റെ മേൽ പ്രസാദിച്ചത് കൊണ്ടാ അകലെ കടന്ന് എനിക്ക് അടുത്ത് വന്ന് ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചത്. ഹല്ലേലൂയ. ജീവൻ, വിശുദ്ധി,
ദൈവത്തിന്റെ പ്രസാദം. ഇത് മൂന്നും സിദ്ധിച്ചവനാണ് ഞാൻ യേശുക്രിസ്തുവിലൂടെ. ഒന്ന് പറഞ്ഞു, യേശുക്രിസ്തുവിലൂടെ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ പ്രസാദിച്ച യേശു എന്റെ ഉള്ളിൽ വന്നപ്പോ എനിക്ക് ദൈവപ്രസാദം ലഭിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. ഭൂമിയിലേക്ക് ദൈവപ്രസാദം യേശുക്രിസ്തുവിലൂടെ വന്നിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവം യേശുക്രിസ്തുവിലൂടെ നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മടികൂടാതെ ഒരാളോട് പറഞ്ഞാട്ട്, ദൈവം യേശുക്രിസ്തുവിലൂടെ നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം യേശുക്രിസ്തുവിലൂടെ നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലല്ല, പ്രസാദിച്ചത് കൊണ്ടുള്ള സന്തോഷത്തില ആരാധന ഉയരണ്ടേ. പക്ഷെ ഇപ്പോഴും ഉണ്ടല്ലോ, ഇത് മൂന്നും ആത്മാവിൽ നടന്നതാ. ഇത് മൂന്നും ആത്മാവിൽ നടന്ന. ജീവൻ വന്നത് ആത്മാവില, വിശുദ്ധീകരണം സംഭവിച്ചത് ആത്മാവില. ഇത് ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദവും വീണത് ഉള്ളില, ആത്മാവില. പക്ഷെ മൈൻഡ് സെറ്റ് ഇപ്പോഴും എവിടെ കിടക്കുക എന്നറിയോ? മനസ്സ് എപ്പോഴും എവിടെ കിടക്കുക? പഴയത് കിടക്കുക. ദൈവം എൻ്റെ മേൽ പ്രസാദിക്കുവോ? ഞാൻ ആരാധിച്ച ദൈവം ആരാധന കേൾക്കുവോ? എൻ്റെ ചെവി ശരിയല്ലല്ലോ, എൻ്റെ മൂക്ക് ശരിയല്ലല്ലോ, എൻ്റെ കണ്ണിൻ്റെ പിരികം ശരിയല്ലല്ലോ. ഈ ചിന്തയാണ് മനസ്സിൽ കിടക്കുന്നേ. അതുകൊണ്ട് തന്നെ ആരാധിക്കാൻ വരുന്നവനെ തടയുന്ന ഘടകം എന്നാണെന്നറിയോ? നീ ആരാധിച്ച ദൈവം പ്രസാദിക്കത്തില്ലടാ, നീ അങ്ങനെയാടാ ഇങ്ങനെയാടാ. ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുക, അതിൽ നിന്ന് ഇതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ അങ്ങോട്ട് പുതുക്ക്. ഹല്ലേലൂയ. അതിൽ നിന്ന് ഇതിലേക്ക്, ഏതിൽ നിന്ന് ഏതിലേക്ക്? പ്രസാദം കിട്ടുമോ എന്ന ചിന്തയിൽ നിന്ന് പ്രസാദം കിട്ടി. ദൈവം യേശുക്രിസ്തുവിലൂടെ എൻ്റെ മേൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് റിന്യൂ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിനെ ഒന്നുകൂടെ വായിച്ചോ, രണ്ടാമത്തെ വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന്. And being transformed by the renewing of your mind. Being transformed. Ye be transformed. Listen that carefully. Ye be transformed by renewing your mind. മനസ്സിനെ പുതുക്കി. ട്രാൻസ്ഫോംഡ്. രൂപാന്തരം വരിക. മനസ്സിന്റെ പുതുക്കത്തില്ല, രൂപത്തിന് അന്തരം വരുന്നേ. ഒന്ന് പറഞ്ഞേ, മനസ്സിന്റെ പുതുക്കത്തില്ല, രൂപത്തിന് അന്തരം വരുന്നത്, രൂപത്തിന് മാറ്റം സംഭവിക്കുന്നത്, ആരാധന ക്രമത്തിന് മാറ്റം വരുന്നത്. അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കുമോ എന്ന ചിന്തയില്ല. ഇന്ന് ദൈവമേ, നിന്നെ പ്രസാദിപ്പിക്കാൻ ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ യേശുവിലൂടെ നിന്റെ പ്രസാദം എൻ്റെ മേൽ വീണിരിക്കുന്നു, അവിടുന്ന് എൻ്റെ മേൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന അറിവിൽ ഞാൻ ആരാധന തുടങ്ങുക എന്നൊന്ന് പറഞ്ഞേ. ആ ആരാധനയാണ് നന്ദി യേശുവേ, നന്ദി തുടങ്ങുന്നത് അവിടെയാണ്. മറ്റിടത്ത് പിരിമുറുക്കുക, ഞാൻ കൊണ്ടുവന്നിട്ടില്ല ദൈവമേ, ഇന്ന് രാവിലെ, ഞായറാഴ്ച രാവിലെ ആയിരുന്നു ദൈവമേ, ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, ഇന്നലെ രാത്രി ലേറ്റായിട്ടാണ് കിടന്ന്, ഉറക്കം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, ദൈവം എൻ്റെ മേൽ പ്രസാദിക്കുമോ? ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റിയെങ്കിൽ അത് കർത്താവിൻ്റെ കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയങ്കര സങ്കോചമാണ്, മനസ്സിൽ ഭയങ്കര സംഘർഷമാണ്. ദൈവമേ, എന്നും രാവിലെ 5:30 എഴുന്നേക്കുന്ന, ഇന്നാണെങ്കിൽ കൊച്ചു അലാറിൻ്റെ തലയിൽ തട്ടി അലാറിന് താന്നുപോയി, എഴുന്നേക്കാൻ പറ്റിയില്ല. ദൈവം ഇന്ന് എൻ്റെ മേൽ പ്രസാദിക്കുക. എൻ്റെ 5:30 എഴുന്നേപ്പോ എൻ്റെ 6:15 ഉറക്കമല്ല ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ അടിസ്ഥാനം. ചങ്കിലെ ചോര പുത്രൻ തമ്പുരാൻ കാൽവരി ക്രൂശില് ഊറ്റിക്കൊടുത്തപ്പോ, ഹല്ലേലൂയ, ദൈവം മാനവജാതിയുടെ മേൽ പ്രസാദിച്ചിരിക്കുക. ആ പ്രസാദത്തിലേക്ക് മനസ്സ് പുതുക്കി കയറിക്കോളാൻ എന്നെ നിങ്ങളെ വിളിക്കുക. വാ, ഇങ്ങോട്ട് വാ, മനസ്സ് പുതുക്കി ഇതിനകത്തോട്ട് കയറ്. ഹല്ലേലൂയ. പ്രസാദം കിട്ടാൻ വേണ്ടി വരുന്നവരല്ല നിങ്ങൾ, പ്രസാദത്തിൽ യേശുവിനെ ആരാധിക്കുന്നവരാ നിങ്ങൾ. കരമടിച്ച് യേശുനാഥനെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങിക്കേ. ആ പ്രസാദം സിദ്ധിച്ചവര് പരിധി കൂടാതെ കരമടിച്ച് യേശുവിന് നന്ദി പറയാൻ തുടങ്ങിക്കേ. കർത്താവേ, ഇന്ന് രാവിലെ എൻ്റെ മൈൻഡ് സെറ്റിനെ ഞാൻ ഇതിനനുസരിച്ച് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. എനിക്കറിയാം, ഹല്ലേലൂയ, ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ തന്നെ അർത്ഥവ്യാപ്തി ഭയങ്കരമാണ്, ആഴം വലുതാണ്. അർത്ഥവ്യാപ്തി വളരെ ലളിതമാണ്. എത്രയോ പ്രാവശ്യം നാം വായിച്ചിട്ടുണ്ട് റോമാലേഖനം 12-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. ആകയാൽ സഹോദരന്മാരെ, നാം ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച്. ഇത് കർത്താവിന്റെ ഹൃദയം അറിഞ്ഞപ്പോഴാണ് പൗലോസിന് മനസ്സിലായി. കർത്താവിന്റെ മനസ്സ് കണ്ടപ്പോഴാണ് പൗലോസിന് മനസ്സിലായേ, ഇനി പ്രസാദിപ്പിക്കുന്ന ആരാധനയല്ല, പ്രസാദിച്ചുകൊണ്ടുള്ള ആരാധനയാ. ഹല്ലേലൂയ. പുറകെ ഇരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ്, ഒരാൾക്കൊന്ന് കരം പിടിച്ച് വിളിക്കി പറഞ്ഞ്, ഇത് പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടി അല്ല, ഇത് വേറെ.
ഇത് 10 രൂപ അങ്ങോട്ട് ഇട്ടുവെച്ച് പ്രസാദം ഇങ്ങോട്ട് വാങ്ങുന്ന പരിപാടിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഈ ലോകത്തിൽ കണ്ടേക്കാം. അതല്ല ഇവിടെ കാശ് കൊടുത്ത് പ്രസാദം വാങ്ങുകയല്ല. ഇവിടെ നിങ്ങളുടെ ഒരു കാശും വേണ്ട ദൈവത്തിന് പ്രസാദിക്കാൻ. പുത്രന്റെ രക്തം, ഹല്ലേലൂയ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ആ പ്രസാദം ലഭിച്ചവര് ഈ ക്രിസ്മസ് വീക്കിൽ ഒന്ന് പറഞ്ഞേ, അത്യുന്നതങ്ങളിൽ ഇറങ്ങിയ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമായി എന്റെ മേൽ വീണതുകൊണ്ട് പ്രസാദിപ്പിക്കാൻ വേണ്ടി അല്ല കർത്താവേ ഞാൻ വന്നിരിക്കുന്നത്, നീ എൻ്റെ മേൽ പ്രസാദിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിലേക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത്. ഇതിലേക്ക് രണ്ടാമത്തെ വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള, കണ്ടോ, നന്മ, പ്രസാദം, പൂർണ്ണത, ഇതാണ് ദൈവഹിതം. പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത്. എന്നതാ ദൈവഹിതം? നിങ്ങളും ഞാനും നന്മയില്ലാത്തവരായി ജീവിക്കുന്നതല്ല ദൈവഹിതം. നന്മയുള്ള യേശുവിനെ സ്വീകരിച്ച നിങ്ങൾ നന്മയുള്ളവരായി മാറി എന്ന് നിങ്ങൾ അറിയുന്നതാണ് ദൈവഹിതം. കുറവുള്ളവരാണെന്ന് നിങ്ങൾ പറയുന്നതല്ല ദൈവഹിതം. നിങ്ങൾ നന്മയുള്ളവരാണെന്ന് പറയുന്നതാണ് ദൈവഹിതം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള, കംപ്ലീറ്റ്. അത് ഭയങ്കര ഒരു വാക്യമാണ്. ആ വാക്യത്തിനായിട്ടൊന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കണം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള. ആ പദം എന്നോട് ചേർന്ന് പറഞ്ഞു, പൂർണ്ണത, 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 പെർഫെക്ഷൻ. ആ പദം അവിടെ പെർഫെക്ഷൻ. ഹല്ലേലൂയ. പെർഫെക്റ്റ് ആയവരാ ഇവിടെ ആരാധിക്കുന്നത്. പൂർണ്ണരായവരാ ഇവിടെ ആരാധിക്കുന്നത്. മറ്റിടത്ത് അപൂർണതയുടെ ആരാധനയാണ്. കൊളോസ്യർ 2:10 വചനം പറയുന്നു, എല്ലാ വാഴ്ചയ്ക്കും, അറിയാവുന്നവരെന്നോട് ചേർന്ന വാക്യം പറഞ്ഞു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഒന്ന് പറഞ്ഞു, എല്ലാ വാഴ്ചയ്ക്കും, കരമുയർത്തി പറഞ്ഞു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. I am complete. ഞാൻ പരിപൂർണനായിരിക്കുന്നു. I am perfect. Hallelujah. യേശുവിൽ ഞാൻ പരിപൂർണനായിരിക്കുന്നു. Perfect in Christ Jesus. യേശു ക്രിസ്തുവിൽ, ഒന്ന് പറഞ്ഞു, യേശു ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനായിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുക. മനസ്സെപ്പോഴും എവിടെ കിടക്കുന്നതെന്നറിയോ? I am not perfect. ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ പരിപൂർണനല്ല, എനിക്ക് യോഗ്യത ഇല്ലാത്തവനാ, ഞാൻ ഏഴയും പുഴുവും കൃമിയും കുപ്പിച്ചില്ലും ചവിട്ടുമെത്തയൊക്കെയാ, എനിക്ക് അടുക്കാൻ ഒക്കത്തില്ല, ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല. I am not perfect എന്നുള്ളിടത്ത് ഇതെഴുത്, I am perfect in Christ Jesus. യേശു ക്രിസ്തുവിൽ ഞാൻ പെർഫെക്റ്റാ. ഒന്ന് പറഞ്ഞു, യേശു ക്രിസ്തുവിൽ. Yes, I am not perfect, but I am perfect in Christ Jesus. യേശു ക്രിസ്തുവിൽ ഞാൻ പെർഫെക്റ്റാ. യേശു ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. ഇതാ ദൈവഹിതം. ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ മനസ്സ് പുതുക്കി. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിനെ പുതുക്ക. അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഇതിലേക്ക് കൊണ്ടുപോവാ. നിങ്ങളുടെ മനസ്സിനെ പുതുക്ക. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ട് വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിനെ പുതുക്ക. മനസ്സൊന്ന് പുതുക്കി. ഈ ചിന്തയിലൂടെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവന്നേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ചിന്തയിലൂടെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവന്നേ. നിങ്ങൾ ഇതാണെന്നുള്ള അറിവിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുവന്നേ. ഒന്ന് നിങ്ങളെ തന്നെ തൊട്ടൊന്ന് പറഞ്ഞ്, ഞാൻ ഇതാണ്. ഒന്ന് പറഞ്ഞ്, ഞാൻ ഇതാണ്. ഞാൻ നന്മയുണ്ട്, എന്റെ ഉള്ളിൽ നന്മയുണ്ട്, ദൈവപ്രസാദമുണ്ട്, പരിപൂർണതയുമുണ്ട്. യേശുക്രിസ്തുവിലൂടെ ഇത് മൂന്നും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിങ്ങളുടെ മനസ്സിനെ മാറ്റിക്കൊള്ളുക, മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക. മനസ്സിന്റെ ഇപ്പോഴത്തെ രൂപത്തെ ഈ രൂപത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോഴത്തെ രൂപം എന്നാ? ഞാൻ പൂർണ്ണനല്ല എന്ന ചിന്തയിൽ നിന്ന് ഞാൻ പൂർണ്ണനാണ് എന്ന ചിന്തയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുക. ഒന്ന് പറഞ്ഞേ, മനസ്സിനെ ഒച്ചത്തിൽ പറ, മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുന്നു. എന്നതാ യഥാർത്ഥ ആരാധന? എന്നതാ പറഞ്ഞേ? യേശുവിൽ എനിക്കത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കിട്ടിക്കഴിഞ്ഞുകൊണ്ടുള്ള നന്ദി പറച്ചിലാണ് ആരാധന. അപ്പൊ എന്നതിനാ ഇവിടെ വന്നിരിക്കുന്നേ?
നന്ദി പറ. കിട്ടുമോന്ന് ചിന്തിച്ചല്ല ഇവിടെ വന്നിരിക്കുന്നേ, കിട്ടിയെന്ന അറിവിൽ നിന്ന് നന്ദി പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നേ. അങ്ങനെ വന്നവരൊന്ന് നന്ദി പറഞ്ഞ കരമടിച്ച യേശുവിന് നന്ദി 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 യേശുവേ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ള ഒരു നായി സ്നേഹമുള്ള തന്റെ യജമാനന്റെ അടുക്കൽ പ്രകടിപ്പിക്കുന്ന സ്നേഹപ്രകടനമാണ് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫുഡ് കൊടുക്കുമ്പോൾ അത് കൂടും, അത് വേറെ കാര്യം. എന്നാൽ ഫുഡ് കൊടുത്തില്ലെങ്കിലും അവൻ്റെ യജമാനെ കാണുമ്പം അവൻ്റെ സ്നേഹപ്രകടനം കണ്ടിട്ടില്ലേ? ഈ സ്നേഹപ്രകടനമാണ് ആരാധന. ഹല്ലേലൂയ. നായ്ക്ക് ഇത്രയും സ്നേഹം പ്രകടിപ്പിക്കാനുണ്ടെങ്കിൽ നായി രക്ഷിക്കപ്പെട്ടിട്ടില്ല, നായ്ക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല, നായെ സ്വർഗതലങ്ങളിൽ ഇരുത്തിയിട്ടില്ല. ഹല്ലേലൂയ. നായ്ക്ക് വീണ്ടെടുപ്പ് കിട്ടിയിട്ടില്ല. വീണ്ടെടുപ്പില്ലാത്ത നായ്ക്ക് ഇത്രയും നന്ദി യജമാനനോട് പറയാനുണ്ടെങ്കിൽ രക്ഷ തന്ന് വീണ്ടും ജനിപ്പിച്ച് സ്വർഗത്തിൽ അപ്പന്റെ മടിയിൽ സ്വർഗതലങ്ങൾ ഇരുത്തി പരിശുദ്ധ ആത്മാവിനെ തന്ന് കരമടിച്ച യേശുവിന് നന്ദി പറയാൻ തുടങ്ങി. ഇത് റിയൽ വർഷിപ്പ് ഇസ് നോട്ട് ക്ലാപ്പിംഗ്, റിയൽ വർഷിപ്പ് ഇസ് നോട്ട് ഡാൻസിങ്, റിയൽ വർഷിപ്പ് ഇസ് നോട്ട് സിംഗിങ്, റിയൽ വർഷിപ്പ് ഇസ് നോട്ട് പ്ലേയിങ് ഗിറ്റാർ ഓർ കീബോർഡ്. റിയൽ വർഷിപ്പ് ഇസ് താങ്ക്സ്ഗിവിംഗ്. ആമേൻ. യഥാർത്ഥ നന്ദി പറച്ചിൽ, യഥാർത്ഥ ആരാധന കീബോർഡ് വായനയല്ല. യഥാർത്ഥ ആരാധന മൈക്കെല്ലാം കൂടെ ചേർത്ത് പിടിച്ച ആൾക്കാരെ പേടിപ്പീരല്ല. യഥാർത്ഥ ആരാധന ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി പറച്ചില്ല. ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി പറച്ചില്ല. ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി പറച്ചില്ല. ചിലപ്പോൾ അതിന് പാട്ടുണ്ടാകാം, ചിലപ്പോൾ അതിന് ശബ്ദം ഉണ്ടാകാം, ചിലപ്പോൾ അതിന് കയ്യടി ഉണ്ടാകാം, ചിലപ്പോൾ അതിന് കീബോർഡ് ഉണ്ടാകാം. പക്ഷെ ഇതൊന്നും അല്ല ആരാധന. ആരാധന ലഭിച്ചു കഴിഞ്ഞു എന്ന തിരിച്ചറിവിൽ നിന്ന് നന്ദി പറയാൻ ഒരുവൻ തുടങ്ങുമ്പോഴാണ് ആരാധന അവിടെ ആരംഭിക്കുന്നത്. അതിന് യാഗം അത് വിട്ടുപോയി, അത് പറയാൻ ഇപ്പൊ പറഞ്ഞപ്പോഴേ ശരീരങ്ങളെ നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി. ഒന്നാമത്തെ വാക്യം, ഈ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. സഹോദരങ്ങളെ, ദൈവത്തിന്റെ മനസ്സ് അത് വിട്ടു. ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള. കണ്ടോ, ഇവിടെയാണ് ഒരു വാക്യം ശ്രദ്ധിക്കണ്ടേ. ദൈവപ്രസാദം കിട്ടാൻ വേണ്ടിയുള്ള എന്നാ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നേ. പ്രസാദവുമുള്ള, ഒന്ന് വായിച്ച വാക്ക്, പ്രസാദവുമുള്ള, പ്രസാദിപ്പിക്കപ്പെട്ട. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. ഓക്കെ. ഹോളി, പ്രസന്റ് യുവർ ബോഡീസ് എ ലിവിംഗ് സാക്രിഫൈസ്. ജീവനുള്ള യാഗം. ഒരു സ്ഥലത്ത് പോലും ഈ യാഗമില്ല പ്രിയരെ. ഇങ്ങോട്ട് നോക്കി, യാഗം അർപ്പിക്കുന്ന ഒരു മൃഗത്തിന് പോലും ജീവനില്ല. ഹലോ, ഇങ്ങോട്ട് നോക്കിയേ, യാഗം അർപ്പിക്കുന്ന ഒരു മൃഗത്തിന് പോലും ജീവനില്ല. പക്ഷെ ഇവിടെ പറയാണ് പ്രസന്റ് യുവർ ബോഡി, നിങ്ങളുടെ ശരീരത്തെ, പ്രസന്റ് യുവർ ബോഡി, നിങ്ങളുടെ ശരീരത്തെ കൊടുക്കുവീൻ. എങ്ങനെ? ജീവനും വിശുദ്ധിയും. ഇംഗ്ലീഷിലുണ്ട് അത്. പ്രസന്റ് യുവർ ബോഡീസ്, നിങ്ങളുടെ ശരീരങ്ങളെ പ്രസന്റ് ചെയ്യുവീൻ എ ലിവിംഗ് സാക്രിഫൈസ്. ജീവനുള്ള യാഗം. ഒന്ന് പറഞ്ഞു, ജീവനുള്ള യാഗം. പ്രസന്റ് യുവർ ബോഡീസ് എ ലിവിംഗ് സാക്രിഫൈസ്. എന്നിട്ട് പറയാ, വാട്ട് ഈസ് ദാറ്റ് ലിവിംഗ് സാക്രിഫൈസ്? ഹോളി, അക്സെപ്റ്റബിൾ അൺടു ഗോഡ്. ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയ, ഒന്ന് പറഞ്ഞ്, അക്സെപ്റ്റബിൾ, സ്വീകാര്യമായ. ഉറക്കെ പറ, സ്വീകാര്യമായ. ദൈവം സ്വീകരിച്ച. ഉറക്കെ പറ, ദൈവം സ്വീകരിച്ച. ഒച്ചത്തിൽ പറ, ദൈവം സ്വീകരിച്ച യാഗമായി സമർപ്പിപ്പീൻ. ദൈവം സ്വീകരിക്കുമോ എന്ന ചിന്തയിൽ വരുവിനെന്നല്ല, ഓൾറെഡി അക്സെപ്റ്റഡ്. ദൈവം സ്വീകരിച്ചു കഴിഞ്ഞു. സ്വീകരിച്ചത് കൊണ്ട്, സ്വീകരിച്ചതാണെന്നുള്ള അറിവിൽ കൊണ്ട് കൊടുക്ക്. യുവർ ബോഡീസ്, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. മനസ്സിലാവുന്നില്ല അല്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. ഹല്ലേലൂയ. അത് മലയാളത്തിൽ അതിന്റെ അത്ര ആശയം വന്നിട്ടില്ല, പക്ഷെ ഇംഗ്ലീഷിൽ അത് വായിച്ചാൽ വളരെ ക്ലിയർ ആണ്. പ്രസന്റ് യുവർ ബോഡീസ്, പ്രസന്റ് യുവർ ബോഡീസ്, നിങ്ങളുടെ ശരീരത്തെ കൊണ്ട് പ്രസന്റ് ചെയ്യുക. പ്രസന്റ് യുവർ ബോഡീസ് എ ലിവിംഗ് സാക്രിഫൈസ്, ജീവനുള്ള യാഗമായി. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യാഗപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ഒന്നിനും ജീവനില്ല. ജീവനുള്ള ഒന്നിനെയും ജീവനോടെ യാഗപീഠത്തിൽ കൊണ്ടിരിക്കുകയില്ല. ഞാൻ പറയുന്നത് എത്ര പേര് കേൾക്കുന്നുണ്ട്? യാഗപീഠത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ യാഗമർപ്പിക്കും വരുന്നതിന് മുമ്പേ അതിനെ ഖണ്ഡം ഖണ്ഡമായി നുറുക്കണം, അതിനെ കൊന്നിരിക്കണം, അല്ലേ?
അതിന്റെ മജ്ജയും മേധസ്സും എല്ലാം വേർതിരിച്ചപ്പെട്ടിരിക്കണം. ഒരു സ്ഥലത്തും ജീവനുള്ള ഒന്നിനെയും യാഗം അർപ്പിക്കാറില്ല. പക്ഷെ ഇവിടെ പറയാണ് ഇതിനെ ജീവനുള്ള യാഗമായിട്ട് കൊണ്ടുപോവാ. വായ്, എന്തുകൊണ്ട് ഇതിനെ ജീവനുള്ള യാഗമായിട്ട് കൊണ്ടുവരണം? ദിസ് ഈസ് ഹോളി. ജീവനും വിശുദ്ധിയും അക്സെപ്റ്റബിൾ, ദൈവത്തിന് പ്രസാദവുമുള്ള, ദൈവം അക്സെപ്റ്റ് ചെയ്തതായത്. അതുകൊണ്ട് ഇതിനെ ദൈവമുമ്പാകെ അങ്ങനെ കൊണ്ടുവരുവീൻ. എങ്ങനെ? ദൈവം ഇതിനെ അക്സെപ്റ്റ് ചെയ്തതാണ്, ദൈവം ഇതിന്റെ മേൽ പ്രസാദിച്ചതാണ് എന്ന അറിവിൽ ഇതിനെ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവീൻ. ഇതാണ് ആരാധന. എത്ര പേർക്ക് അത് മനസ്സിലായി? കരമടിച്ചത് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സ്വീകരിച്ച, ദൈവം അംഗീകരിച്ച, ദൈവം മാനിച്ച, വിശുദ്ധമാക്കിയ, ജീവൻ തന്ന, നീതീകരിച്ച തിരിച്ചറിവോടെ കർത്താവ് ചങ്കില ചോര കൊണ്ട് എന്നെ നീതീകരിച്ചതാണ് എന്ന അറിവോടെ നിങ്ങളുടെ ശരീരത്തെ കൊണ്ടുവാ. നിങ്ങളുടെ ശരീരത്തെ യാഗമായിട്ട്, യാഗവസ്തുവായിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുപോവാ. എന്നിട്ട് അത് വായിച്ചേ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. കൊണ്ടുവരുവീൻ. കൊണ്ടെത്താ. ഇത് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും ഉള്ളതാ. ഇത് വ്യക്തിയാ. ആരാധനയ്ക്ക് വരുന്ന ആരാധനക്കാരന്. എന്നിട്ട് പറയാ, എൻ്റെ അടുക്ക വരുമ്പോ ഇങ്ങനെ കൊണ്ടുവരണം. എങ്ങനെയാ? ജീവനില്ലാത്തതായിട്ടല്ല, ഞാൻ തന്ന ജീവനോടെ. പ്രസാദമില്ലാഞ്ഞ് എൻ്റെ പ്രസാദം സിദ്ധിച്ചു എന്ന അറിവോടെ. ഹലോ, ജീവനും വിശുദ്ധിയും ദൈവപ്രസാദവുമുള്ള യാഗമായിട്ട് കൊണ്ടെത്താ. ഇന്ന് കർത്താവ് പറയാ, ഇതെല്ലാം സിദ്ധിച്ചതായിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ട് സമർപ്പിക്കുക. ഇതാണ് ബുദ്ധിയുള്ള ആരാധന, തിരിച്ചറിവിലുള്ള ആരാധന. ഇതാണ് യഥാർത്ഥ ആത്മാവിലുള്ള ആരാധന. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഓ ഹല്ലേലൂയ. ദൈവം യേശുക്രിസ്തുവിലൂടെ എൻ്റെ മേൽ പ്രസാദിച്ച് ജീവനും വിശുദ്ധിയും, പിന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദവും എനിക്ക് നൽകിയിരിക്കുന്നു എന്ന തിരിച്ചറിവോടെ നിങ്ങളുടെ ശരീരങ്ങളെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ് യഥാർത്ഥ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലായി? എന്നോട് ചേർന്നത് പറഞ്ഞ്, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമാക്കി എന്നെ യേശു മാറ്റി എന്ന അറിവോടെ എൻ്റെ ശരീരത്തെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ് യഥാർത്ഥ ആരാധന. കരമടിച്ച് ഈ ആരാധനയ്ക്കായിട്ട് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഇന്ന് ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന യാഗം? ഈ യാഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഇന്ന് ആൾക്കാർക്ക് ഉണ്ടാകും. ഞാൻ ഇന്ന് ആടിനെ കൊണ്ടുവരണോ? ഞാനിന്ന് കാളക്കുട്ടിയെ കൊണ്ടുവരണോ? ദൈവം ഇന്ന് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന യാഗം എന്താണ്? യാഗമായി സമർപ്പിപ്പീൻ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. യാഗം എന്നാന്നറിയണമെങ്കിൽ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എബ്രായർ 13:15 ഞാനിവിടെ വായിക്കുന്നു, ശ്രദ്ധിക്കുക. വായിച്ചു. അതുകൊണ്ട് അവൻ മുഖാന്തരം, യേശു മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്നു. അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം. അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. എന്നതാ ഇവിടുത്തെ യാഗം? അധരഫലം എന്ന സ്തോത്രയാഗം. തിരിച്ചറിഞ്ഞവന്റെ നന്ദി പറച്ചിലിന്റെ സ്തോത്രം. തിരിച്ചറിയുന്നവൻ കർത്താവ് അക്സെപ്റ്റബിൾ ആക്കി, ഹോളിയാക്കി, ലൈഫ് എനിക്ക് തന്ന് എന്നെ നിർത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് കർത്താവിന്റെ മുമ്പിലേക്ക് കൊടുത്ത് നന്ദി പറയുന്ന ഈ സ്തോത്രമാണ് യാഗം. ഈ സ്തോത്രം പറച്ചിലാണ്, ഈ നന്ദി പറച്ചിലാണ് യാഗം. കരമടിച്ച് യേശുവിന് നന്ദി പറഞ്ഞ് ഇന്ന് അകൃത്യയാഗമില്ല, ഹോമയാഗമില്ല, വേറെ ഒരു യാഗമില്ല. ഒറ്റ യാഗം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇതിന് തടിപ്പിച്ച കാളക്കുട്ടിയും മൃഗമൊന്നും വേണ്ട. കർത്താവ് ചെയ്തതോർത്ത് നന്ദി പറഞ്ഞു. ആ നന്ദി പറച്ചിലാണ് സ്തോത്രയാഗം. അത് ഇടവിടാതെ കഴിച്ചോ. സ്തോത്രവേശുവേ, സ്തോത്രവേശുവേ, വിശുദ്ധമാക്കി. ഓ, നീതി എനിക്ക് തന്ന് നിന്റെ കരം അടിച്ചൊന്ന് വിശ്വാസത്താലൊന്ന് ഏറ്റെടുത്ത് പ്രസാദം തന്നതിനായി നന്ദി.
എനിക്ക് ജീവൻ തന്നതിനായി നന്ദി, എന്നെ വിശുദ്ധനാക്കിയതിനായി നന്ദി, Hallelujah. എന്റെ ശാപം മാറ്റിയതിനായി നന്ദി. Hallelujah. ഓ, ഈ ഭൂമിയിൽ എന്റെ ദാരിദ്ര്യം മാറ്റി തന്നതിനായി നന്ദി, യേശുവേ എന്നെ നന്ദി. സമ്പന്നാക്കി തീർത്തതിനായി നന്ദി. നന്ദി 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 പറഞ്ഞാട്ടെ, നന്ദി പറഞ്ഞാട്ടെ. നന്ദി നന്ദി എല്ലാ നന്ദി അധരങ്ങളും നന്ദി നന്ദി പറഞ്ഞാട്ടെ. നന്ദി നന്ദിയുടെ മേൽ അഭിഷേകം ഇറങ്ങുന്നു. യേശുവേ പറയാൻ തുടങ്ങിക്കേ. ആരാധന ഉയരട്ടെ, ആരാധന ഉയരട്ടെ, ആരാധന ഉയരട്ടെ, ആരാധന ഉയരട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് വർഷങ്ങൾ പഴകിയ രോഗബന്ധനങ്ങൾ ഇവിടെ നിന്ന് അഴിയാൻ പോവാ. എന്നാ കാര്യം എന്നറിയോ? ശരീരങ്ങൾ ദൈവം ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദവുമുള്ള യാഗമാക്കി എന്ന അറിവോടെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടു കൊടുക്കുമ്പോഴത്തേനുണ്ടല്ലോ, ഈ യാഗമാകുന്ന ഈ ദൈവപ്രസാദം സിദ്ധിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ ആ ശരീരത്തിലേക്ക് കർത്താവിന്റെ വലിയ പ്രസാദം വെളിപ്പെട്ടിട്ട് അത് ഹേതുവായി ഇന്ന് ഈ സമയത്ത് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പലരും സൗഖ്യമാകാൻ പോകുന്നു, ജീവൻ പ്രാപിക്കാൻ പോകും. യാഗത്തിന്മേൽ തീ കത്തുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ആ യാഗത്തിന് മേൽ ഇറങ്ങി വരുന്നു. സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക. യേശുനാഥ, ഇന്നിവിടെ ആ തിരിച്ചറിവിന്റെ ആരാധന ഉയരുന്നു. ഇന്ന് ഈ തിരിച്ചറിവിന്റെ ആരാധന ഉയരുന്നു. ഇവിടെ കരമടിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരിൽ ഒരാൾ പോലും കരമടിക്കുന്നത് കിട്ടാൻ വേണ്ടിയല്ല. നാഥ, കിട്ടിയത് കൊണ്ട് അധരവലിയാകുന്ന സ്തോത്രയാഗം കൊണ്ട്, ഓ ഹല്ലേലൂയ, ഇടവിടാതെ കഴിച്ചുകൊണ്ട് നിന്റെ മക്കൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നന്ദി പറഞ്ഞാട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ യേശുവേ നന്ദി, യേശുവേ നന്ദി. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നന്ദി പറഞ്ഞാട്ട്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ഈ ആശയം മനസ്സിലാകും? ബ്രദറിന് മനസ്സിലാകുന്നുണ്ടോ ഈ ആശയം? ഒന്ന് പറഞ്ഞാട്ടെ ബ്രദറെ, ഒന്ന് പറഞ്ഞാട്ടെ. എന്താ മനസ്സിലായി? മനസ്സിലായി എത്രയോ ഒന്ന് പറഞ്ഞാട്ടെ. ഇന്നലെ വരെ എനിക്കൊരു യോഗ്യതയുമില്ല നടന്നത്, പക്ഷെ കർത്താവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ യോഗ്യനായി. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും അങ്ങോട്ട് യാഗമായി കൊടുക്കേണ്ട ആവശ്യമില്ല. കർത്താവ് യേശു ക്രിസ്തു എന്നിലൂടെ പ്രസാദിച്ചത് കൊണ്ട് ഞാൻ ഇനി ധൈര്യത്തോടെ തൻ്റെ അടുത്തോടെ പോയി നിന്നാൽ മതി. ഇനി ഞാനൊന്നും കൊടുത്ത് പ്രസാദിപ്പിക്കേണ്ട ആവശ്യമില്ല. ദൈവം യേശു ക്രിസ്തുവിലൂടെ, ഒന്ന് പറഞ്ഞേ, ദൈവം യേശു ക്രിസ്തുവിലൂടെ. വേറെ എവിടെങ്കിലും പ്രസാദം ഉണ്ടായിരുന്നെങ്കിൽ പുത്രനെ വിടത്തില്ലായിരുന്നു, അത് വിടുകയുണ്ടായിരുന്നുള്ളൂ. വേറെ എന്നാത്തിലെങ്കിലും ദൈവം പ്രസാദിക്കുമായിരുന്നെങ്കിൽ സ്വന്തം പുത്രനെ മരണത്തിന് ഏൽപ്പിക്കേണ്ട ഗതികേട് ഉണ്ടാകില്ലായിരുന്നു. ഗതികേടെന്നുള്ള പദത്തെ ഞാൻ പിൻവലിക്കുന്നു. സ്വന്തം പുത്രനെ മരണത്തിന് ഏൽപ്പിക്കേണ്ട ആവശ്യം വരികയില്ലായിരുന്നു. വേറെ എന്നാ കൊണ്ടെങ്കിലും ദൈവം പ്രസാദിക്കുമായിരുന്നെങ്കിൽ സ്വന്തം പുത്രനെ മരണത്തിന് ഏൽപ്പിക്കുക എന്ന ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ. വേറെ ഒന്നുകൊണ്ടും ദൈവപ്രസാദം മനുഷ്യന്റെ മേൽ വീഴാത്തത് കൊണ്ടാണ് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. God so loved the world and he gave his only begotten son. Oh hallelujah. Not to perish but to believe and receive this eternal life in abundance. സമൃദ്ധമായ ഈ ജീവൻ യേശു എന്ന പുത്രനിലൂടെ നിങ്ങളും ഞാനും സ്വീകരിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് നെടുമ്പാട് വീണ് യേശുവിനോട് പറയാം, ഇന്നങ്ങേ പ്രസാദിപ്പിക്കാൻ ഞാൻ ഒന്നും കൊണ്ടുവരുന്നില്ല, ദൈവം പ്രസാദിച്ച പുത്രനെ കൊണ്ട്. ഹല്ലേലൂയ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. വേറെ ആരെയും നോക്കി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ. വേറെ ആരെയും നോക്കി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ. നെവർ പറഞ്ഞിട്ടില്ല. പുത്രനെ നോക്കി മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഒന്ന് പറഞ്ഞേ, യേശു എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വേറെ ഒരുത്തന്റെ മേലും പ്രസാദിച്ചിട്ടില്ല. പ്രസാദിച്ചവൻ വരുമ്പോഴാണ് നിങ്ങളും പ്രസാദിച്ചവരാകുന്നേ. പ്രസാദിച്ചവൻ നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. നിങ്ങൾ പ്രസാദം ലഭിച്ചവരായിരിക്കുന്നു.
അത്യുന്നതങ്ങളിൽ തിങ്ങി വിങ്ങിയ ആ പ്രസാദം നിങ്ങളെ തേടി ഭൂമി വന്നിരിക്കുന്നു. അത് നിമിത്തം നിങ്ങൾ പ്രസാദം ഉള്ളവരായിരിക്കുന്നു. ഈ പ്രസാദം ലഭിച്ച നിങ്ങൾ ഈ പ്രസാദം ലഭിച്ചു എന്ന അറിവോടെ നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് വരുമ്പോഴാണ് അവിടെ ആരാധന ഉയരുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ എന്നാ, ഇന്ന് രാവിലെ കർത്താവിനെ ആരാധിക്കാൻ വരുമ്പോൾ ശരീരത്തിലെ എല്ലാവരും വരുന്നേ അല്ലേ? ശരീരം കൊണ്ട് എല്ലാവരും വരുന്നതല്ലേ? ശരീരം ഇല്ലാതെ വന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇത്രയും ജനം കൂടെ വന്നിട്ടുണ്ട്. ശരീരം ഞാൻ വീട്ടിൽ ഊരി വെച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും ശരീരം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ശരീരം കൊണ്ട് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയോ? എന്നാ തിരിച്ചറിവോടെ വരേണ്ടതെന്നറിയോ? കർത്താവേ, ഈ ശരീരത്തെ നോക്കി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനി ശുദ്ധീകരിക്കപ്പെടാനുള്ളതല്ല. യേശുവിൻ്റെ രക്തത്താൽ സകല പാപവും കഴുകി ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എന്നെ കഴുകി വെടിപ്പാക്കി പരിശുദ്ധിയിൽ പരിപൂർണനായ പുത്രനെ പോലെ എന്നെ നിർത്തിയത് കൊണ്ട്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ എന്നെ പരിപൂർണനാക്കിയത് കൊണ്ട്, ദൈവപ്രസാദം യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ചതുകൊണ്ട്, ഈ തിരിച്ചറിവിൽ കർത്താവേ ഞാൻ അങ്ങേ ആരാധിക്കാൻ വരുന്നു. അയ്യോ, ഈ ആരാധനയുടെ മട്ടുമാറും. അയ്യോ, ഇവിടെ അങ്ങനെ ഒരു ആരാധന തുടങ്ങിയ നിങ്ങളെ ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. കൈ കൊട്ട, കൈ പൊക്കെ, കൈ അടിക്കുക, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ചിലർ കരമടിക്കും, ചിലർ ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കും, ചിലർ ചിലപ്പോൾ തുള്ളിച്ചാടും. തുള്ളിച്ചാടുന്നവൻ ഇരിക്കുന്നവനെ നോക്കി പുച്ഛിക്കേണ്ട ആവശ്യമില്ല. ഇരിക്കുന്നവൻ തുള്ളിച്ചാടുന്നവനെ തുള്ളിച്ചാടിക്കേണ്ട ആവശ്യമില്ല. ഇത് അപ്പനും മക്കളും തമ്മിലുള്ള ഇടപാടാ. ഇത് കിട്ടിയവനും കൊടുത്തവനും തമ്മിലുള്ള ഇടപാടാ. കരമടിച്ച് യേശുനാഥന് മഹത്വം കൊടുക്ക. എൻ്റെ കർത്താവേ, ഞാനിന്ന് ആരാധനയ്ക്കാണ് വരുന്നത്. ഞാനിന്ന് ആരാധനയ്ക്ക് വരുന്നത് നീ എൻ്റെ മേൽ പ്രസാദിച്ചുകൊണ്ടാ. തൻ്റെ ഇടമുണ്ടോ? ധൈര്യമുണ്ടോ എന്നോട് ചേർന്നത് പറയാൻ? ഉണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പ്രതി നിൽക്കുന്ന പോലെ ഹല്ലേലൂയ കയ്യും കെട്ടി തലയും മണക്കി നിൽക്കേണ്ട ഗതികേട് അപ്പൻ്റെ മുമ്പിൽ എനിക്കില്ല. നെഞ്ചെന്നെറ്റി നിവർത്തി തന്നെയാണ് ഞാൻ അപ്പൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാ കാര്യം എന്നറിയാം? എനിക്കറിയാം ഞാൻ വന്നിരിക്കുന്നത് യജമാനന്റെ മുമ്പിലല്ല, ഞാൻ വന്നിരിക്കുന്നത് അപ്പന്റെ മുമ്പിലാ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് എന്റെ അപ്പനെ അറിയാം. എന്റെ പിതാവായ ദൈവത്തെ എനിക്കറിയാം. ചങ്കിലെ ചോര കൊണ്ട് പുത്രനിലൂടെ ദൈവപ്രസാദം എനിക്ക് മേടി തന്നിട്ട് ദൈവം എന്നെ പ്രസാദിച്ചു എന്ന് എന്റെ മേൽ പ്രസിദ്ധനാക്കിയ പുത്രനെ എനിക്കറിയാം. അയ്യോ, ഇന്ന് ഇത്രയും ജനം ഇവിടെ ആരാധനയ്ക്കായിട്ട് വരുമ്പം കർത്താവ് നോക്കുന്നത് എന്നാണെന്നറിയോ? എത്ര പേര് പ്രസാദം ലഭിച്ചു എന്ന ഉറപ്പിൽ വരുന്നുണ്ട്, അതോ ഇത് കഴിയുമ്പോൾ എന്നെങ്കിലും കയ്യിലോട്ട് വീഴുന്നത് കാത്ത് എത്ര പേര് വരുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഇന്ന് ഇത് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവേ, ഞാൻ ഇന്ന് അവിടെ ചെന്നിരുന്ന സമയം മുതൽ ദൈവമേ നീ കാണുന്നല്ലോ, എൻ്റെ ദേഹം എല്ലാം വേർത്തു, ഞാൻ ഒരുപാട് കരമടിച്ചു. എന്തിനാ കരമടിച്ചേ? ഇന്നെങ്കിലും എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചാ. കരമടിച്ചാൽ കിട്ടുമായിരുന്നു. ചന്തയിലൊക്കെ ആൾക്കാർ കൈയടിക്കുമ്പോൾ അവർക്കും കിട്ടണ്ടായിരുന്നോ? പറഞ്ഞേ, ഹലോ. ഉപവസിച്ചാൽ കിട്ടുമെങ്കിൽ പഞ്ഞം കിടക്കുന്ന എല്ലാവർക്കും കിട്ടണ്ടായിരുന്നോ? അങ്ങനെയായിരുന്നു. ഏറ്റവും കൂടുതൽ വിടുതൽ നടക്കേണ്ടത് സൊമാലിയയിലായിരുന്നു. പഞ്ഞം കിടന്ന കിട്ടുമെങ്കിൽ എല്ലാം കിട്ടണ്ടായിരുന്നോ? എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, വഞ്ചിക്കപ്പെടരുത്. ഇത് നിങ്ങളുടെ വയറൊട്ടിച്ചോ കണ്ണുകുഴിച്ചോ ഒന്നും കിട്ടേണ്ടതല്ല. ഇത് പുത്രൻ പ്രസാദിച്ചത് കൊണ്ട്, യേശു ക്രിസ്തുവിലെ ദൈവപ്രസാദം. കരമടിച്ചാർത്ത് വിളിച്ച് യേശുവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഇത് കിട്ടാൻ വേണ്ടി നിങ്ങളാരും കമ്മലുമാല ഊരണ്ട. ഇത് കിട്ടാൻ വേണ്ടി നിങ്ങളാരും മീശ വടിക്കണ്ട. ഇതിന് കിട്ടാൻ വേണ്ടി നിങ്ങളാരും വേറെ രീതി വസ്ത്രധാരണം നടത്തണ്ട. ഇത് വെള്ളയുടുപ്പ് കിട്ടിയാൽ കിട്ടുന്നതായിരുന്നെങ്കിൽ, ഇത് വെള്ളയുടുപ്പിട്ടാൽ കിട്ടുന്നതായിരുന്നെങ്കിൽ യേശു ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. വെള്ളത്തുണി പ്രിന്റ് ചെയ്യുന്ന ഒരു മില്ല് തുടങ്ങിയാൽ മതിയായിരുന്നു. ഇത് മീശ പഠിച്ചാൽ കിട്ടുന്നതായിരുന്നെങ്കിൽ കർത്താവ് സഭ തുടങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു ബാർബർ ഷോപ്പ് തുടങ്ങിയാൽ മതിയായിരുന്നു. ഇതങ്ങനെയൊന്നും കിട്ടുന്നതല്ല. ഇത് പുത്രനിലൂടെ ലഭിച്ചതാ. ഒന്ന് പറഞ്ഞേ, ഇത് പുത്രനിലൂടെ ലഭിച്ചതാ. ഉറക്കെ പറ, ഇത് പുത്രനിലൂടെ ലഭിച്ചതാ. ഇന്ന് ആ അറിവങ്ങോട്ട് വരുമ്പോഴാ, ആ അറിവ് അങ്ങോട്ട് വന്ന് ആ തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കിയവരെ ആരാധിക്കാൻ വരുന്നത് കാണുമ്പോ അറിയാൻ മുഖം കാലം പോലെ ഇരിക്കും. ആരാധിക്കാൻ വന്നാലും ഒരു പ്രസാദം ഉണ്ടാകുകയില്ല. ഇതങ്ങോട്ട് തിരിച്ചറിയുമ്പോഴത്തേനുണ്ടല്ലോ, അങ്ങോട്ട് ആരാധന തുടങ്ങും. പടി അങ്ങോട്ട് കയറുമ്പോഴത്തേനും അങ്ങോട്ട് ചിരി തുടങ്ങും, അങ്ങോട്ട് സന്തോഷം തുടങ്ങും. അയ്യോ, ഹല്ലേലൂയ. 100,000 വിഷയം ചുമ്മിക്കൊണ്ടായിരിക്കാം വരുന്നേ. നെരിപ്പൊയ്ക പോലെ കത്തുന്ന 10,000 വിഷയങ്ങൾ ഉണ്ടാകാം. 7ാമത്തെ സിം കാർഡായിരിക്കും ഇപ്പൊ ഉപയോഗിക്കുന്നത്.
കടക്കാർ വിളിച്ച് വിളിച്ച് സിം കാർഡ് ഓരോന്നും മാറ്റുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, പരിധി കൂടാതെ അങ്ങ് ആരാധിക്കാൻ തുടങ്ങും. എന്നാ കാര്യം എന്നറിയോ? ദൈവമേ, നീ എന്റെ മേൽ ഇത് കഴിഞ്ഞ് പ്രസാദിക്കുമെന്ന് വിചാരിച്ചല്ലേ, പ്രസാദിച്ചത് ഓർത്താൽ അധരബലിയാകുന്ന സ്തോത്രയാഗം കഴിക്കാതിരിക്കാൻ പറ്റില്ല. നന്ദി നന്ദി നന്ദിയാകും. അങ്ങോട്ട് നടത്തിക്കേ. കരം ഉയർത്തി എന്റെ മേൽ പ്രസാദിച്ച ദൈവ കൃപയ്ക്കായിട്ട് നന്ദി യേശുവേ. ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ, മോനെ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ആരാധനകളും പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ദൈവമക്കളെ, നിങ്ങളുടെയും എൻ്റെ ആരാധനയുടെ വ്യത്യസ്തത എന്താണെന്നറിയോ? നിങ്ങളെ ഞാനും പ്രസാദിപ്പിക്കാൻ വേണ്ടി ആരാധിക്കുന്നവരല്ല, ദൈവം പ്രസാദിച്ചോണ്ട്. ഒന്ന് പറഞ്ഞേ, ദൈവം യേശുക്രിസ്തുവിലൂടെ എൻ്റെ മേൽ പ്രസാദിച്ചിരിക്കുന്ന കൊണ്ട് ഞാൻ അവനെ ആരാധിക്കുന്നു. അങ്ങനെ ദൈവപ്രസാദം ലഭിച്ച ഒരു തലമുറ, ആ ഒരു ജനറേഷൻ എഴുന്നേറ്റ് കഴിഞ്ഞു. ആരാധിച്ച് മടുത്തവരും മാറി നിൽക്കും. കൈകൊട്ടി കിട്ടിയില്ല എന്ന പരിഭവത്തിൽ നിൽക്കുന്നവർ മാറി നിൽക്കുക. നിങ്ങളെ പഠിപ്പിച്ച് തെറ്റിപ്പോയി. കൈകൊട്ടിയാ കിട്ടുമെന്ന് പഠിപ്പിച്ചുകൊണ്ടാ കൈകൊട്ടി കിട്ടാഞ്ഞപ്പോ നിങ്ങൾക്ക് നിരാശ തോന്നിയേ. കൈകൊട്ടിയാൽ അല്ല കിട്ടുന്നേ, ക്രൂശിൽ യേശു എല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നു കഴിഞ്ഞു. യേശുവിന്റെ നാമം ജയം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ തുറന്നു പറയാം, ഞാൻ എൻ്റെ വ്യക്തിപരമായ മാനസികാവസ്ഥ ഈ വചനത്തോട് ബന്ധപ്പെട്ട് ഞാൻ വ്യക്തമാക്കാം. ഞാൻ ഇന്ന് എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നത് ഞാൻ ജോസ് ബ്രദറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച കാലം മറന്നു. വിഷയം ഇല്ലാഞ്ഞിട്ടല്ല, അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. അപ്പന്റെ കൂടെയുള്ള മക്കൾക്ക് ഇത് നിങ്ങളൊന്ന് തിരിച്ചറിയണം പ്രിയമുള്ളവരെ. അപ്പൊ നിങ്ങൾ പറയും ബ്രദറിന്റെ ആവശ്യമൊന്നും ഇല്ലാഞ്ഞിട്ടാ, ബ്രദറിന്റെ ആവശ്യങ്ങൾ നിങ്ങൾ അറിയാഞ്ഞിട്ടാ. ചോദിച്ച കാലത്ത് നടക്കാത്തത് ചോദിക്കാതെ നടക്കുന്നെങ്കിൽ ചോദിക്കാൻ മറന്നു പോവുക. ചോദിച്ച കാലത്ത് നടക്കാത്തത് ചോദിക്കാതെ നടക്കുന്നുവെങ്കിൽ ചോദിക്കാൻ മറന്നു പോവുക. ഇതായി ജീവിതം. ഏതെങ്കിലുമൊക്കെ ലിസ്റ്റ് എടുത്ത് ദൈവമേ അത് എന്ന് നോക്കുമ്പോഴാ വേദപുസ്തകത്തിലെ വചനം എന്നോട് പറയുന്നത്, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും യേശുക്രിസ്തുവിൽ ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. റോമർ 12:1-2 വീഴാതെ ഇവിടുന്ന് ഒരാൾ എഴുന്നേക്കരുത്. വിടത്തില്ല നിങ്ങളെ. റോമർ 12:1-2 വീഴാതെ നിങ്ങളെ വിടത്തില്ല. സഹോദരന്മാരെ ദൈവത്തിന്റെ എന്തോന്ന് വിളി കേൾക്കണം സഹോദരന്മാരെ. വേദപുസ്തകത്തിൽ സഹോദരിമാരുടെ വിളിയില്ല, നിങ്ങളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നവരാ. വിളി കേട്ടോ സഹോദരന്മാരെ. നിങ്ങൾ ജീവനുള്ള ആരാധനയായി, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവപ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിപ്പീൻ. അങ്ങനെ നിങ്ങൾക്ക് ഇന്ന് അക്സെപ്റ്റബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. Why? Because you are accepted by the blood of Jesus. നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ പ്രസാദിക്കപ്പെട്ടവരാണ്, പ്രസാദം ലഭിച്ചവരാകയാൽ. കരങ്ങളെ അടിച്ച് യേശുവിന് നന്ദി പറയാം. കർത്താവേ, അവിടുത്തെ പുത്രനായ യേശുവിലൂടെ ഞങ്ങളോട് കാണിച്ച ഈ വലിയ ദയക്കായിട്ട് നന്ദി. റോമർ 5:1 ഞങ്ങൾ വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് യേശുക്രിസ്തു മൂലം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച പ്രവേശനത്തിനായിട്ട് നന്ദി കർത്താവേ. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. ഈ ആരാധന അവരുടെ വീട്ടിൽ ഉയരട്ടെ, ഈ ആരാധന അവരുടെ വീട്ടിൽ ഉയരട്ടെ. ഇതുവരെയുള്ള ആരാധന ശൈലി മാറട്ടെ. കിട്ടാൻ വേണ്ടിയല്ല, കിട്ടിയത് കൊണ്ട് കർത്താവിന് നന്ദി പറയുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഓ ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു തന്നപ്പോൾ അവനോടുകൂടെ സകലവും നൽകി എന്നുള്ള തിരിച്ചറിവിൽ ഈ മക്കൾ എഴുന്നേൽക്കട്ടെ. അതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ കൈതൊടുന്നിടത്തെല്ലാം ഈ ദൈവപ്രസാദവും ജീവനും
ഈ നിന്റെ മക്കൾ അനുഭവിക്കട്ടെ. ഒന്നും അവരെ തടഞ്ഞു വെക്കുകയില്ലല്ലോ. എല്ലാം അവരുടെ പുറകെ വരുന്നതിനായി സ്തോത്രം. നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. കരമടിച്ചത് യേശുവിന് മഹത്വം കൊടുക്കും. ഞാൻ ഇന്ന് പ്രസംഗിച്ചതിന്റെ സമ്മറി ഒന്ന് പറയാമോ ചുരുക്കി? നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയണ്ട. നമ്മൾ നന്ദി പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം നമുക്കത് തന്നിരിക്കും. നന്ദി പറയുമ്പോൾ വന്നു ചേരുക. നന്ദി പറയുമ്പോൾ വന്നു ചേരുക. കാരണം തിങ്സ് ആർ ഓൾറെഡി ഗിവൺ ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിൽ സകലവും നൽകപ്പെട്ടിരിക്കുന്നു. ഈ നൽകപ്പെട്ടിരിക്കുന്നു എന്ന അറിവോടെ നന്ദി പറഞ്ഞാൽ മാത്രം മതി. വരേണ്ടിയ സമയങ്ങളിൽ വന്ന് ചേർന്നുകൊണ്ടിരിക്കും. കാരണം 2 Peter chapter 1 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം പറയുന്നു, തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്തിൽ, നമ്മെ വിളിച്ച യേശുവാണ്, യേശുവിൻ്റെ പരിജ്ഞാനത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും. 2 കാര്യമാണ് ഈ ലോകത്തിൽ നമുക്കുള്ളത്, ജീവനും ഭക്തിക്കും. ഒന്ന് സ്പിരിച്വൽ, ഒന്ന് ഫിസിക്കൽ. ഇതിന് 2-നും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. തിങ്സ് ആർ ഗിവൺ ഇൻ ക്രൈസ്റ്റ് ജീസസ്. അപ്പൊ ഇന്ന് എന്താ നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് താങ്ക്സ് ഗിവിങ്, നന്ദി പറച്ചിൽ. നന്ദി പറയാ, നന്ദി വാങ്ങി തുറന്ന് നന്ദി പറയാ. കർത്താവേ, യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിക്കപ്പെട്ടതിന് നന്ദി യേശുവേ. പറഞ്ഞേ, യേശുവിലൂടെ, കർത്താവേ യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിക്കപ്പെട്ടതിന് നന്ദി യേശുവേ. ഉറക്കെ പറഞ്ഞേ, യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിക്കപ്പെട്ടതിനായി നന്ദി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. എന്നതാ ആരാധന? വാട്ട് ഈസ് വർഷിപ്പ്? എന്നതാ ആരാധന? കമ്പ്യൂട്ടർ ബൈബിളൊക്കെ പിടിച്ചോണ്ടിരിക്കാതെ ഒന്ന് പറഞ്ഞേ, എന്നതാ ആരാധന? വാട്ട് ഈസ് വർഷിപ്പ്? എണീക്ക്. നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുന്നതിന് യേശു ക്രിസ്തുവിലൂടെ നന്മയും പ്രസാദവും പൂർണ്ണതയും നമുക്ക് ലഭിച്ചു എന്ന അറിവോടെ നമ്മളെ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുന്നതാണ് ആരാധന. കരമടിച്ച അമ്മയ്ക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്ത് യേശു ക്രിസ്തുവിലൂടെ ഒന്ന് പറഞ്ഞു, യേശു ക്രിസ്തുവിലൂടെ ദൈവപ്രസാദം എന്റെ മേൽ വന്നിരിക്കുന്നു എന്ന അറിവോടെ ഞാൻ കർത്താവിനെ ആരാധിക്കാൻ വരുന്നതാണ് യഥാർത്ഥ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു, യേശു ക്രിസ്തുവിലൂടെ. മനസ്സിലാകുന്നുണ്ടോ? അറിയാമോ? മനസ്സിലാക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, ഇങ്ങോട്ട് വന്നേ. യേശു ക്രിസ്തുവിലൂടെ ഒന്ന് പറഞ്ഞേ. യേശു ക്രിസ്തുവിലൂടെ നമ്മളിൽ വന്നിരിക്കുന്ന നന്മ ആരാധനയും, നമ്മളിൽ വന്നിരിക്കുന്ന നന്മയെ അറിഞ്ഞുള്ള സമർപ്പണമാണ് ആരാധന. അത് നല്ല വാക്കാ അമ്മ പറഞ്ഞു. ഒന്ന് പറഞ്ഞേ, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞതിനെ കുറിച്ചുള്ള തിരിച്ചറിവിൽ നമ്മൾ എനിക്കിത് ഉണ്ട് എന്ന അറിവിൽ എന്നെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ് ആരാധന. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു, എനിക്കിത് ഉണ്ട് എന്ന അറിവിൽ എന്നെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ്, കൊടുക്കുന്നതാണ് ആരാധന എന്ന് പറഞ്ഞ് എന്നെ കർത്താവിന്റെ മുമ്പിൽ കൊടുക്കുക. ഓൾറെഡി ഐ ഹാവ് ദിസ് എന്ന നോളജോടെ എന്നെ കർത്താവിന്റെ മുമ്പിൽ കൊടുക്കുന്നതാണ് യഥാർത്ഥ ആരാധന. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ദൈവം എൻ്റെ മേൽ പ്രസാദിക്കുമായിരിക്കും. ആരും എന്നെ കാണണ്ട. ഓ, ഞങ്ങൾ പണ്ട് ആന്ധ്രയിൽ ഒരിക്കൽ ഒരു മീറ്റിങ്ങിന് പോയി. ബെല്ലംപള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനും രേഷ്മയും കൂടെ ആന്ധ്രയിൽ, നമുക്ക് ആ സമയത്ത് ആന്ധ്രയിൽ പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 21 ദിവസത്തെ പ്രാർത്ഥന നടക്കുക, ഉപവാസ യജ്ഞം നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ബ്രദറ് വലിയ പരിഭവത്തോടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുക. ബ്രദറെ, എൻ്റെ കൈ കണ്ടോ? ഞാൻ കൈ നോക്കിയപ്പോൾ കൈ അടിച്ചടിച്ച് പൊട്ടി. കൈ ഇങ്ങനെ അടിച്ചടിച്ച് കൈ പൊട്ടി. എന്നിട്ട് ഇതുവഴി ഇങ്ങനെ ഈ വരക്കിടയിലൂടെ ചോര പൊടിയുകയാണ്. ചോര പൊടിയുമ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞ പദം ഇതാ: ഇത് കണ്ടിട്ടെങ്കിലും കർത്താവ് എനിക്ക് നന്മ തരുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഇതുവരെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല ബ്രദറെ. ഇത് രക്തം ചീന്തി കിട്ടുന്നതായിരുന്നെങ്കിൽ എന്തിനാ പ്രിയരെ യേശു രക്തം ചീന്തിയേ?
ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് ജീസസ് ഇത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഈ ഒരു നോളജ്, ഈ ഒരു അറിവ് വ്യക്തികളെ തന്നെ മാറ്റിമറിക്കും, ചിന്തയെ തന്നെ മാറ്റിമറിക്കും. ഭയങ്കര ചൈതന്യം നിങ്ങളുടെ ചിന്തയിലേക്ക് വരും. ആള് മാറിയവരെ പോലെ നിങ്ങളായി മാറും. മനസ്സിലാകുന്നു സാറേ ഞാൻ പറയുന്നത്? മനസ്സിലാകുന്നുണ്ട്? ഈ ഒരു തിരിച്ചറിവ് ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ വരുമ്പം ആദ്യത്തെ 15 മിനിറ്റ് കർത്താവ് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ. എന്തിനാ? പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ ശുദ്ധീകരിക്കണേ, ഒരുക്കുക, എന്നെ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുക്കണേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അപ്പനെ രാവിലെ എഴുന്നേറ്റ് കാണാൻ വേണ്ടി നിങ്ങൾ ഈ ഒരുക്കം നടത്താറുണ്ടോ? പറഞ്ഞേ. നിങ്ങളുടെ ഡാഡി, നിങ്ങളുടെ അപ്പൻ, നമ്മുടെ ജോയിച്ചാൻ രാവിലെ താഴെ റൂമിൽ ഇരിക്കുക. മേളത്തെ റൂമിൽ കിടന്നുറങ്ങുന്ന ജിയോ താഴത്തെ റൂമിലെ അപ്പനെ കാണാൻ വേണ്ടി ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞ് പോരണ്ടോ? ജോയിച്ചാൻ വന്നിട്ടില്ലേ? അങ്ങനെ വരാറുണ്ടോ ജിയോ? മേളത്തെ നിലയും താഴത്തെ നിലയിലോട്ട് വരുന്നത് ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞാണോ? അപ്പനെ കാണാൻ വേണ്ടി പ്രത്യേക വസ്ത്രം വല്ലതും ധരിക്കാറുണ്ടോ? കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ താമസിക്കുന്ന അങ്ങനെയല്ല, കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പൊൻകുന്നത്ത് താമസിക്കുന്ന വീട്ടുകാരനായിരുന്നു വടയാട്ടുകുഴിയിൽ ജോയിച്ചായിരുന്ന പിതാവേ, ജോയി എന്ന പിതാവേ എന്ന് വിളിച്ചിട്ടാണ് അപ്പന്റെ അടുക്കലേക്ക് വരുന്നത്? അതോ അപ്പാന്ന് വിളിച്ചിട്ടാണോ? ഡാഡി ഏതാ ബന്ധം? നമുക്കിന്ന് പഞ്ചായത്തും താലൂക്കും വില്ലേജും ഒക്കെ പറഞ്ഞു വരുന്ന ഇഷ്ടം. അതാ പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, അണ്ടകടാകത്തെ ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് പടച്ചൊടിച്ചവനെ, ആഴിയിലെ പൂഴിയെ നാഴിയിലാക്കിയവനെ, ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ട് ആരടാ ഇത്? ആരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനെ, അമർത്യതയില്ലാത്തവനെ അടുത്തുകൂടെ. കർത്താവേ, എടാ അപ്പാന്ന് വിളിയടാ പൊന്നുമോനെ, അപ്പാന്ന് വിളിയടാ. അപ്പാന്ന് വിളിക്കാനുള്ള ആത്മാവിനെ നിനക്ക് തന്നിരിക്കുന്നത്. അപ്പാന്ന് വിളിയടാ. ഞാൻ ആഴിയിലെ പൂഴിയെ നാഴിയിലാക്കിയിട്ട് നിനക്കെന്നെ കിട്ടിയടാ. പക്ഷെ ഞാൻ നിനക്ക് അപ്പനായപ്പോ ഒന്ന് കരമടിച്ച് അവരെ അപ്പാന്നൊന്ന് കൂപ്പിടുക്കേ. ഹല്ലേലൂയ. അവൻ എനിക്ക് ആഴിയിലെ പൂഴിയെ നാഴിയിലാക്കിയവനല്ല, ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ടവനല്ല, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനല്ല, സ്ഥൂലിച്ചു നിൽക്കുന്ന പർവ്വതത്തിൽ വെളിപ്പെടുന്നവനല്ല, വാക്കുകളുടെ ശബ്ദം കൊടുങ്കാറ്റ് കൂരിരുടെ മിന്നൽപ്പിടർ അകമ്പടിനാദത്തിൽ വെളിപ്പെടുന്നവനല്ല. അവൻ എന്റെ അപ്പനാ. He is my father and I am his son. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിലൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഖം ഒന്ന് വിടരണം. കിട്ടാനുള്ളവരെ പോലെ ഇരിക്കല്ലേ. മുഖം ഒന്ന് വിടരണം. ആനന്ദം കൊണ്ട് മുഖം വിടരണം. ആരാധനയ്ക്ക് വരുമ്പോ തന്നെ ചിരിയായിരിക്കണം, സന്തോഷമായിരിക്കണം. എന്നാന്നറിയോ? മുട്ടക്കച്ചവടത്തിന് പോയിട്ട് നഷ്ടം വന്നിരിക്കുകയല്ല. ഹല്ലേലൂയ. ദൈവം പ്രസാദിച്ച യാഗമാക്കിയിട്ട് ഒന്ന് പറഞ്ഞേ, ദൈവം യേശു ക്രിസ്തുവിലൂടെ പ്രസാദിച്ച്. സിസ്റ്റർക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ദൈവം യേശു ക്രിസ്തുവിലൂടെ എൻ്റെ മേൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന മൈൻഡ് സെറ്റിലേക്ക്, എൻ്റെ മൈൻഡ് സെറ്റിനെ റിനോവേറ്റ് ചെയ്യുകയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഇത് പഴയത് കിടക്കുക, ഇത് ഒരിക്കലും സമ്മതിക്കത്തില്ല. യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചതിലേക്ക് എൻ്റെ മൈൻഡ് സെറ്റ് വരത്തില്ല. ഇതിപ്പോഴും പഴയത് കിടന്നിട്ട് എന്നോട് പറയാം, അങ്ങനെയാ ഇങ്ങനെയാ, നിനക്ക് നീ ആരാധിച്ചാൽ ശരിയാവത്തില്ല, അവരെ ആരാധിച്ചോട്ടെ, നീ കണ്ടു നിന്നോ. ഇതിലേക്ക് എൻ്റെ മനസ്സിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് മനസ്സിൽ ഒരു തെല്ലും സംശയമില്ലാതെ, ഒന്ന് പറഞ്ഞേ, മനസ്സിൽ ഒരു തെല്ലും ആണുവിട പോലും സംശയമില്ലാതെ, ഒന്ന് പറഞ്ഞേ, മനസ്സിൽ ഒരു തെല്ലും സംശയമില്ലാതെ. ഉറക്കെ പറ. മനസ്സിൽ ഒരു തെല്ലും സംശയമില്ലാതെ ദൈവം യേശു ക്രിസ്തുവിലൂടെ എൻ്റെ മേൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന തൻ്റെ ഇടത്തോടെ, എന്ന ഉറപ്പോടെ, ഒന്ന് പറഞ്ഞേ, എന്ന ധൈര്യത്തോടെ, എന്ന ഉറപ്പോടെ കർത്താവിന്റെ മുമ്പിലേക്കുള്ള എൻ്റെ പ്രവേശനമാണ് ആരാധന. ഇവിടെ നിന്ന് ഉയരട്ടെ. ഒരല്പം പോലും സംശയമില്ല ബ്രദറെ, യേശുവിന്റെ ജീവൻ എനിക്ക് ജീവനായിരിക്കുന്നു.
യേശുവിന്റെ മേൽ വന്ന പ്രസാദം എൻ്റെ മേൽ പ്രസാദമായിരിക്കുന്നു. യേശുവിന്റെ വിശുദ്ധി എൻ്റെ വിശുദ്ധിയായിരിക്കുന്നു. അവൻ എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഒരല്പം പോലെ സംശയമില്ല, ഞാൻ അവന്റെ വിശുദ്ധനാണ്. ഒന്ന് ചേർന്ന് എന്നോട് ചേർന്ന്, ഞാൻ അവന്റെ വിശുദ്ധനാണ്. ഞാൻ യേശുവിന്റെ അക്കരം ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞ്, ഞാൻ യേശു ക്രിസ്തുവിൽ വിശുദ്ധനാണ്. വായി തുറന്ന് അക്കരം ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞ്, ഞാൻ യേശു ക്രിസ്തുവിൽ ഞാൻ വിശുദ്ധനാണ്. ഈ അറിവോടെ എന്റെ ശരീരം കൊണ്ട് ഇന്ന് ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഒരു ശരീരം കർത്താവിനെ കാണാൻ ഒന്ന് ശരീരം കൊണ്ടൊന്ന് വന്നേ. ഓക്കെ, ഇന്ന് ഈ ശരീരം കാണാലോ അല്ലേ? ഓക്കെ, ഈ ശരീരം ഇന്ന് ഈ ശരീരം കൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ വരുമ്പോഴത്തേനുണ്ടല്ലോ, കർത്താവ് ഇതിനെ നോക്കിയിട്ട് പറയുക, ഹോളി, അക്സെപ്റ്റബിൾ, വിശുദ്ധം, സ്വീകാര്യം, എൻ്റെ പ്രസാദം വീണ ശരീരം എന്ന് പറയുമ്പോഴാണ് ഈ ശരീരം ദൈവത്തിന് മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. കർത്താവേ, നീ എന്നെ വിശുദ്ധനാക്കി, നിന്റെ രക്തം എന്നെ കഴുകി, നിന്റെ ജീവനും തേജസ്സും എൻ്റെ മേൽ അയച്ചു, നിന്റെ വിശുദ്ധിയിൽ എന്നെ വിശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഈ ശരീരത്തിലേക്ക് കൂടുതൽ ദൈവപ്രസാദം വീഴുകയാണ്. കൂടുതൽ ദൈവപ്രസാദം വീഴുകയാണ്. കൂടുതൽ ദൈവപ്രസാദം വീഴുകയാണ്. ഈ മനുഷ്യൻ്റെ മനസ്സ് ഇതിനനുസരിച്ച് പുതുക്കി, റിന്യൂവ് ചെയ്തു. ഈ മനസ്സ് ഇതിനനുസരിച്ച് പുതുക്കി, മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു, നീ പ്രസാദം വാങ്ങാൻ പോകുന്നവനല്ല, പ്രസാദിച്ചുകൊണ്ട് ആരാധിക്കാൻ പോകുന്നവന്. നീ പ്രസാദം വാങ്ങാൻ പോകുന്നവനല്ല, പ്രസാദിച്ചുകൊണ്ട് ആരാധിക്കാൻ പോകുന്നവന്. ഇതിനനുസരിച്ച് ഈ മനസ്സിനെ പുതുക്കി. ഇപ്പോൾ ഉണ്ടല്ലോ, ഒരല്പം പോലും സംശയമില്ല, അല്പം പോലും സങ്കോചമില്ല, അല്പം പോലും ഭയമില്ല. സമയഭേദം കൂടാതെ ഏത് സമയത്തും പുത്രന്റെ സിംഹാസനത്തിന്റെ അടുക്കിലേക്ക് ഈ പ്രിയ മകന് ചെല്ലാൻ കഴിയും. എന്നാന്നറിയോ? ഈ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും ഉള്ളതാക്കി ദൈവം യേശുക്രിസ്തുവിലൂടെ മാറ്റിയിരിക്കുന്നു. കരമടിച്ച് യേശുവിനെ നന്ദി പറഞ്ഞാട്ടെ. വീടുകളിൽ ആരംഭിച്ചു കഴിഞ്ഞു പറഞ്ഞ, വീടുകളിൽ ഈ ആരാധന ആരംഭിച്ചു കഴിഞ്ഞു. തിരിച്ചറിഞ്ഞ മക്കള്, മനസ്സ് പുതുക്കി തിരിച്ചറിഞ്ഞ മക്കള് ഈ നന്ദി പറച്ചില് അത് മാത്രമാക്കി കഴിഞ്ഞു ആരാധന. അതുകൊണ്ട് തന്നെ ഈ ശരീരം കൊണ്ട് ചെയ്യുന്നതെല്ലാം ആരാധനയായി മാറുകയാണ്. ഹല്ലേലൂയ. ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. അതുകൊണ്ട് വചനം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടേതല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകുവേ. കാരണം നിങ്ങളുടെ ശരീരം വേറൊരാളുടെയാണ്. ഇതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകുവേ. കരം ഉയർത്തി ഒന്ന് യേശുവിനെ നന്ദി പറഞ്ഞേ. നന്ദി യേശുവേ. ഹല്ലേലൂയ. ഒന്ന് എന്നോട് ചേർന്ന് ഇങ്ങനെ പറഞ്ഞേ, ദൈവപ്രസാദം എൻ്റെ മേൽ വീണ് ദൈവിക ജീവൻ ദൈവിക വിശുദ്ധി എൻ്റെ മേൽ വീണ് തന്റെ യാഗമാക്കി എൻ്റെ ശരീരത്തെ മാറ്റിയ യേശുനാഥ, ആ തിരിച്ചറിവോടെ എൻ്റെ ശരീരത്തെ അങ്ങയുടെ മുമ്പിൽ ഇന്ന് തിരിച്ചു കൊണ്ട് തരുന്നു. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. ഈ സമയത്ത് രോഗികളായിട്ട് വന്നിരിക്കുന്ന മക്കൾ, അതിവേഗത്തിൽ നിങ്ങളുടെ രോഗമുള്ള സ്ഥലങ്ങളിലേക്ക് കൈകൾ വെക്കുക. എന്നിട്ട് പറയുക, ഇത് കർത്താവിനെ സ്വീകരിക്കാൻ കഴിയുന്ന യാഗമായ ശരീരമാകിയാൽ ഈ ശരീരത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം നടക്കട്ടെ. വിളിച്ചു പറയുക. രോഗികളായി വന്നിരിക്കുന്ന മക്കൾ അതിവേഗത്തിൽ വിളിച്ചു പറയുക, ഈ ശരീരം, ഉറക്കെ പറയുക, ഈ ശരീരം കർത്താവിന് സ്വീകാര്യമായ യാഗമായതുകൊണ്ട് ഈ ശരീരത്തിൽ ദൈവപ്രസാദം വീണിരിക്കുന്നു. രോഗത്തിന്, ഉറക്കെ പറയുക, ഈ രോഗത്തിന് കൈവച്ച രോഗത്തെ വിളിച്ചു പറ, ഈ രോഗത്തിന് എന്റെ ഈ ശരീരത്തിൽ ഇരിക്കാൻ അധികാരമില്ല. വേറെ ശരീരത്തെ നോക്കിക്കോ. ഇത് ദൈവപ്രസാദം ലഭിച്ച ശരീരമാണ്. പറയുക, ഇത് ദൈവപ്രസാദം ലഭിച്ച ശരീരമാണ്. വായി തുറന്ന് പറയുക, ഇത് ഈ ശരീരം രോഗമേ നിനക്കുള്ളതല്ല, ദൈവപ്രസാദം ലഭിച്ച ദൈവം പ്രസാദിച്ച ശരീരമാണിത്. അതുകൊണ്ട് രോഗമേ ശാപമേ ഭയമേ നിരാശേ
പിശാചേ, നിനക്ക് വാഴാൻ അധികാരമില്ല. നിനക്കിതിൽ വാഴാൻ അധികാരമില്ല. നിന്നെ വാഴാൻ എനിക്കാണ് അധികാരം. നിന്നെ വാഴാൻ എനിക്കാണ് അധികാരം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്റെ സൗഖ്യം ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ സൗഖ്യം ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങൾ കൈവെക്കുന്ന ഇടത്തേക്ക് സൗഖ്യം പാഞ്ഞിറങ്ങുന്നു. യേശുവേ എന്ന് വിളിച്ചോ, 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 വിളിച്ചോ. യേശുവേ, യേശുവേ, യേശു, ജീസസ്. ജീവന 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 ജീവൻ, ആ ജീവന 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 ജീവന, ആ ജീവന 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 ജീവൻ, ആ ജീവന 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 ജീവൻ, ആ ജീവന ജീവൻ. യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ. വിളിക്കുന്ന മുഴുവൻ മക്കളുടെ മേലും കൈവച്ചിരിക്കുന്ന ഇടത്തേക്ക് ആ ജീവൻ പാഞ്ഞു കയറട്ടെ. ആ ജീവൻ പാഞ്ഞു കയറട്ടെ. പാഞ്ഞു കയറട്ടെ ആ ജീവൻ. പാഞ്ഞു കയറട്ടെ ആ ജീവൻ. ആ സമൃദ്ധമായ ജീവൻ പാഞ്ഞു കയറട്ടെ. യേശുവിന്റെ സമൃദ്ധമായ ജീവൻ പാഞ്ഞു കയറട്ടെ. ശരീരങ്ങളുടെ മേൽ അത് പാഞ്ഞു കയറട്ടെ. ഓരോ ബോഡിയിലേക്കും അത് വ്യാപരിക്കട്ടെ. ഓരോ ബോഡിയിലേക്കും അത് വ്യാപരിക്കട്ടെ. Every body in Jesus' mighty name. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ശരീരങ്ങളിലേക്കും ആ വലിയ മഹത്വം ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ, 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 ഇറങ്ങട്ടെ. കരമടിച്ച യേശുവിന് നന്ദി പറയുക. ഇതിനകത്ത് ആദ്യമേ ഞാനൊരു വാക്ക് പറയാം. ഇതിനകത്തൊരു അഭിഷേകമുണ്ട് ഈ വാക്യത്തിനകത്ത്. ആദ്യം ഞാൻ ആ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതിനകത്തൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിൻ്റെ പേര് വിശുദ്ധിയുടെ അഭിഷേകം എന്നാണ്. നിങ്ങളുടെ ബോഡിയെ കംപ്ലീറ്റ്ലി ഹോളിയാക്കി ദൈവം മുമ്പാകെ നിർത്തുന്ന ഒരു അഭിഷേകം ഈ വാക്യത്തിനകത്തുണ്ട്. ഇപ്പോഴാ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾ ആ അഭിഷേകത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുത്താട്ടെ. ആദ്യം ഞാൻ അവർക്ക് വേണ്ടി ഒരു ഒറ്റ നിമിഷം കൂടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മേൽ ആ വിശുദ്ധിയുടെ അഭിഷേകം വന്ന് വീഴും. നിങ്ങളുടെ ശരീരം വിശുദ്ധമാക്കുന്ന ആ അഭിഷേകം നിങ്ങളുടെ ശരീരത്തിൽ വന്ന് വീണിട്ട് വിശുദ്ധിയുടെ പരിപാവനതയിലേക്ക് നിങ്ങളുടെ ശരീരം പ്രവേശിക്കപ്പെടുന്ന സമയമാണ്. അങ്ങനെ ഒരു അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുന്നവർ വേഗത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുക എന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടി ഇപ്പോൾ ആഗ്രഹിക്കുക. കർത്താവെ, ആ ഹോളിനെസ്സിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് ഉള്ളു തുറന്ന് പറയുക. ആ വിശുദ്ധിയുടെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് ഉള്ളു തുറന്ന് പറയുക. ഈ സമയത്ത് തന്നെ കർത്താവ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞ യേശുനാഥ, അങ്ങ് ചെയ്തു കഴിഞ്ഞ ഈ ക്രൂശിലെ പ്രവൃത്തിയാൽ ഈ നിന്റെ മക്കളെ ഇപ്പോൾ തന്നെ നിറയ്ക്കുന്നതിനായിട്ട് നന്ദി. ശങ്കില ചോര കൊണ്ട് നീ ഇവരെ കഴുകി, തിരുരക്തം കൊണ്ട് നീ ഇവരെ വീണ്ടെടുത്തു. ഇപ്പോൾ തന്നെ അതിഭയങ്കരമാകുന്ന ദൈവശക്തി ഈ നിന്റെ മക്കളുടെ മേൽ അത്ഭുതകരമായി വ്യാപരിക്കട്ടെ. ശാപരോഗ കെട്ടുകൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞിളകി മാറട്ടെ. എല്ലാ രോഗങ്ങളെയും യേശു വഹിച്ചു. എന്നാൽ അതിലും വലുതായി എല്ലാ ഉള്ളങ്ങളിലേക്കും ഈ വിശുദ്ധിയുടെ അഭിഷേകം പടരട്ടെ. ഈ വിശുദ്ധിയുടെ അഭിഷേകം പടരട്ടെ. ഈ വിശുദ്ധി സഹോദരി സ്വീകരിക്കുക, അത് സ്വീകരിക്കുക. എഴുന്നേറ്റ് വരിക, അതിനെ സ്വീകരിക്കുക. ഇതാ നോക്കൂ, ഈ മകളുടെ മേൽ ആ ഹോളിനെസ്സിന്റെ അനോയിന്റിങ് വന്നു വീഴുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഒന്നോ രണ്ടോ പേരുടെ മേലല്ല, വിശ്വസിക്കുന്ന സകലരുടെ മേലും ആ ഹോളിനെസ്സിന്റെ അഭിഷേകം അത് വന്ന് വീണു നിറയുന്നു. യേശുവിന്റെ നാമത്തിൽ സിബിച്ചന്റെ മേൽ അത് വീഴുന്നു. സിബിച്ചനെ പിടിച്ചോണം. ആ മകന്റെ മേൽ അവനെ എഴുന്നേൽപ്പിച്ചു. ആ ഹോളിനെസ്സിന്റെ അഭിഷേകം ഈ മകന്റെ മേൽ വീഴുന്നു. സ്വീകരിക്കുക. ആ വിശുദ്ധിയുടെ അഭിഷേകം ആ മകന്റെ മേൽ വീഴുന്നു. ആ പിതാവിന്റെ മേൽ അത് വീഴുന്നു. അച്ഛാ എഴുന്നേറ്റോ അച്ഛാ, എഴുന്നേറ്റോ. പുറകില അച്ഛാ. ആ ഹോളിനെസ്സിന്റെ അഭിഷേകം ആ പിതാവിന്റെ മേൽ വീഴുന്നു. ആ മനുഷ്യന്റെ ഉദരം സൗഖ്യമാകുന്നു. ആ വിശുദ്ധിയുടെ അഭിഷേകം ആ ഉദരത്തെ സൗഖ്യമാക്കുന്നു. ആ ഉദരത്തിലേക്ക് ആ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിറയുന്നു ആ ശരീരം. ആ ഹോളിനെസ്സിലേക്ക് ആ വിശുദ്ധിയുടെ പരിപൂർണതയിലേക്ക്
ആ ശരീരത്തെ പരിശുദ്ധാത്മാവ് എടുക്കുന്നു, 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 അതിനെ കൊണ്ടുപോകുന്നു, കൊണ്ടുപോകുന്നു, കൊണ്ടുപോകുന്നു. ഓരോ മക്കളുടെ മേലും അത് വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുവേ, 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 യേശുവേ എന്ന് വിളിക്കുക. ആ ഹോളിനെസിന്റെ അഭിഷേകം, ആ വിശുദ്ധിയുടെ അഭിഷേകം, ആ വിശുദ്ധിയുടെ അഭിഷേകം പല മക്കളുടെ മേലും അത് വീണുകൊണ്ടിരിക്കുന്നു. കളങ്ങളെ ഷർട്ടിന്റെ ബ്രദറിന്റെ മേലെ അത് വീഴുന്നു. ബ്രദറെ എഴുന്നേറ്റ്, അവിടുന്ന് എഴുന്നേറ്റെ, എന്റെ അടുക്കലേക്ക് ഓടി വന്നേ, എന്റെ അടുക്കലേക്ക് ഓടി വന്നേ, എന്റെ അടുക്കലേക്ക് ഓടി വന്നേ. ഓ ഓ ഹല്ലേലൂയ. ഇവിടെ വന്ന് നിൽക്കുക മകനെ, ഇവിടെ വന്ന് നിൽക്കുക, ഇവിടെ വന്ന് നിൽക്കുക. ഈ സമയത്ത് ദൈവിക വിശുദ്ധിയുടെ പരിപൂർണതയുടെ ഒരു അഭിഷേകം നിന്റെ മേൽ വന്ന് വീഴുവാൻ പോകുന്നു. യേശു എന്നോട് പറയുന്നു, ഇനി ഒരു അന്ധകാരത്തിനും നിന്നെ പിന്തുടരാൻ കഴിയാതെ വണ്ണം ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ ശരീരത്തിൽ നിന്ന് വീണഴിയുന്നു. ഓ അഴിയട്ടെ, 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 അഴിയട്ടെ. എന്നെ പിടിച്ചോണ്ട് തെറിക്കും, തെറിക്കും, തെറിക്കും. അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവാ. ആ മനുഷ്യനെ യേശു സ്വതന്ത്രമാക്കും. പലരുടെ മേലും ആ ഹോളിനെസിന്റെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കും. ആ വിശുദ്ധിയുടെ പകർച്ച ഇവിടെ പരിശുദ്ധാത്മാവ് അയച്ചുകൊണ്ടിരിക്കുന്നു. വിളിക്കുക, ഉള്ളു തുറന്ന് യേശുവിന്റെ നാമത്തെ വിളിക്കുക. ഇതാകുന്നു ആ സമയം, ഇതാകുന്നു ആ സമയം. ഹല്ലേലൂയ. വരിക, 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 വരിക. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? നീ ദൈവത്താൽ സ്വീകരിക്കപ്പെട്ടവളാണ്. വിശ്വസിക്കാൻ കഴിയുമോ? ദൈവപ്രസാദം വീണ ശരീരമാണ് നിന്റേതെന്ന് ഇന്ന് യേശു നിന്റെ തലമേൽ കൈവച്ച് നിന്നോട് പറയുന്നു, എന്റെ പ്രസാദം വീണ മകളാ നീ. ആ ഹോളിനെസ് ആ മകളുടെ മേൽ വീഴുന്നു. ആ വിശുദ്ധിയുടെ പരിപൂർണത ആ മകളുടെ മേൽ വീഴുന്നു. ഇന്നു മുതൽ നിന്റെ ആത്മീക ജീവിതത്തിൽ പുതിയ ചില നാഴിക കല്ലുകൾ യേശു വയ്ക്കുന്നു. വ്യാപരിക്കട്ടെ, അധിക ശക്തിയോടെ അത് വ്യാപരിക്കട്ടെ. ആ മകളുടെ മേൽ അത് നിറയുന്നു. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, ആ ഹോളിനെസ് അവളുടെ മേൽ വീഴുന്നു. ജീസസ് അവരുടെ മേൽ മാത്രമല്ല, ചോദിക്കുന്ന 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 ഓരോ മക്കളുടെ മേലും ഓരോ ഒരു കസരുടെ എന്തോ ഒരു വലിയ പകർച്ച, എന്തോ ഒരു വലിയ പകർച്ച. വരിക, എഴുന്നേറ്റ് വരിക, എഴുന്നേറ്റ് വരിക, എഴുന്നേറ്റ് വരിക. എന്നാ പറ്റിയതാ? ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ച എന്നാ പറ്റിയതാ? സംസാരിക്കത്തില്ല, സംസാരിക്കത്തേ ഇല്ല. എത്ര വർഷമായിട്ട്? 2 വർഷമായി. യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങളാണോ ഇതിനെ കൊണ്ടുവന്നേ? എന്റെ അനിയത്തിയ. ഇത് കേട്ടെ, ഇവരുടെ തൊണ്ടയില് ഇവർക്ക് ചെവി കേൾക്കാലോ അല്ലേ? മകളെ ഇങ്ങോട്ട് നോക്ക, ഇങ്ങോട്ട് നോക്ക. നിന്റെ തൊണ്ടയില് ഇവിടെ 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 നിനക്കിങ്ങനെ തൊടുമ്പോ അറിയാം ഒരു വലിയ ഒരു ക്രിക്കറ്റ് ബോളിന്റെ അത്രയും വലിപ്പമുള്ള ഒരു സാധനം ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ട് അല്ലേ? അല്ലേ? ആ, ഇവളിന്ന് സംസാരിക്കും, ഇവളിന്ന് സംസാരിക്കും. എഴുന്നേറ്റ് വാ. എഴുന്നേക്കാൻ ഒക്കത്തില്ലേ? എഴുന്നേറ്റ് വാ. എന്നെ ഇന്ന് കർത്താവ് സ്വീകരിക്കുക.
അവിടെ തിരിച്ചു നിർത്തിക്കോ. നരകപാതാള ശക്തികളെ, ഇവളെ യേശുവിന്റെ പ്രിയ മകളാ. ചങ്കില ചോര കൊണ്ട് യേശു ഇവളെ വിടുവിച്ചതാ. മരുന്നും മന്ത്രവും ഒക്കെ തോറ്റതാ. ഉയർത്തെഴുന്നേറ്റ യേശു മാത്രമായി ഇനി ജീവിക്കുന്നേ. ഇവളുടെ മേലേക്ക് ആ ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ആ നാവിന്റെ കെട്ടുപൊട്ടുവാണേ. കണ്ടോണേ കണ്ടോണേ. ആ ആ ആ ആ ഒട്ടുന്നു ഒട്ടുന്നു. വർഷങ്ങളായി ഈ മകളെ തളച്ചിട്ട പിശാച് ഈ ശരീരത്തിൽ നിന്ന് വീണഴിഞ്ഞു പോകാൻ പോകുന്നു. നിങ്ങളെല്ലാവരും കണ്ടോണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ എല്ലാ ബലത്തെയും ചവിട്ടുവാനും get out of this body. കരമടിച്ച യേശുനാഥന് മഹത്വം കൊടുത്തു. ആ നാവിലേക്ക് സംസാരം തിരിച്ചു വരുന്നു. പൊട്ടിയുടെ അധരം എന്ന് സംസാരിക്കാൻ പോകുന്നു. യേശു അവളെ തൊടുന്നു. കരമടിച്ച യേശുനാഥന് മഹത്വം കൊടുത്തു. യേശുവേ എന്ന് വിളിച്ചോ. ജോസ് ബ്രദറെ, ആ കുഞ്ഞിന്റെ മേൽ എന്തോ ഒരു മാറ്റം എന്ന് സംഭവിക്കുന്നുണ്ട്. അവന്റെ മേലൊന്ന് കൈവച്ചോ. സംസാരിപ്പിച്ചോ. സംസാരിപ്പിച്ചു. ജീസസ്. യേശു എന്ന് പറ. എഴുന്നേൽപ്പിക്ക 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 എഴുന്നേൽപ്പിക്ക. ജോസ് ബ്രദറെ സൈഡിലോട്ട്. ജോസ് ബ്രദറെ, അവന്റെ മേൽ വലിയ ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കും. കെട്ടിയിരുത്തിക്ക, കസലിരുത്തിക്ക. ഇനി ആരും പിടിക്കണ്ട. അവളെ വിട്ടാരെ. ഇങ്ങോട്ട് വന്നേ ചേച്ചി, ഇങ്ങോട്ട് വന്നേ. വിട്ടാരെ വിട്ടാരെ വിട്ടാരെ. ഇങ്ങോട്ട് നോക്കിക്കേ. ചേച്ചി, യേശുനാഥൻ ആ നാവിന്റെ കെട്ടഴിച്ചു കേട്ടോ. ആശുപത്രിയിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച സംസാരിക്കത്തേ ഇല്ലായിരുന്നു. ശരീരമെല്ലാം ഓ മരിച്ച പോലെ കിടന്നതാ. ഞാനിവിടുത്തെ ആ പുസ്തകം വാങ്ങിച്ചു കൊടുത്തു. അവിടെ പ്രഖ്യാപന പുസ്തകം മേടിച്ചുകൊണ്ട് കൊടുത്താ. സ്ഥലത്തൊന്ന് കൊണ്ടുവരണേന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് കൊണ്ടുവന്ന. ഇങ്ങോട്ട് നോക്കിയ മോളെ, പൊന്നുമോളെ, നീ രക്ഷപ്പെട്ടു. യേശുനാഥൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ ചേച്ചി യേശു തൊടുന്നു. വരിക. जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, तेरा वो नाम चाहिए. എന്താ നിങ്ങളുടെ പേര്? കയറി വരിക. എന്താ നിങ്ങളുടെ പേര്? സുജിത. സുജിത. മകളെ, യേശു നിന്നെ തൊടാൻ പോകുന്നു. നീ ആരാ, ഏതാ, എന്താണെന്നൊന്നും എനിക്കറിയാൻ വേണ്ട, എനിക്കറിയത്തില്ല, അറിയുകയും വേണ്ട. പക്ഷെ നീ അവിടെ ഇരുന്നപ്പോ യേശു എന്നോട് പറഞ്ഞു, ഞാൻ ഇവളുടെ
ഇടത്തെ ചെവിയെ തൊടുകയാ. ആ യേശുവേ, യേശുവേ, സ്തോത്രം യേശുവേ, യേശുവേ. Get out! ഓ, രോഗം അഴിയുന്നു. ഇവരുടെ ചെവിക്ക്, ഇടത്തെ ചെവിക്കകത്ത് ഒന്നുമില്ല. പൊള്ളയായി ഞരമ്പും ഇതെല്ലാം പൊടിഞ്ഞ് പുറത്തു വന്നിരിക്കുക. നിങ്ങൾ ഇതിന് ശേഷം ഈ സാക്ഷ്യം കേൾക്കും. പക്ഷെ കർത്താവ് എന്നോട് ഇപ്പോൾ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. യേശു എന്നോട് പറയുന്നു, ഞാൻ ഈ ചെവിയെ സൗഖ്യമാക്കുകയാണ്. ഓ ഓ ആ ദൈവശക്തി അടിക്കുന്നു. സ്വീകരിച്ചോ. പുതിയ ചെവി അവൾക്ക് കർത്താവ് ഫിറ്റ് ചെയ്യുകയാണ്. മുഴുവൻ ഞരമ്പുകളോട് കൂടിയ പുതിയ ചെവി യേശു അവൾക്ക് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് കരമടിച്ച്. അയ്യോ, രണ്ട് സൗഖ്യങ്ങളാണ് ഇവൾക്ക് നടക്കുന്നത്. ഒന്ന്, ഇവളുടെ ഇടത്തെ ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ടിരിക്കുന്നു. രണ്ട്, ഇവളുടെ തലയുടെ വലത്തെ ഭാഗത്ത് ഒരു ഞരമ്പിന്റെ തകരാറ് നിമിത്തം അതികഠിനമായ തലവേദനയാണ്. അത് രണ്ടും കൂടെ ഇപ്പൊ ഒരുമിച്ച് ഇറങ്ങിപ്പോവുക. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. യേശു ഇന്ന് ജീവിക്കുന്നുണ്ട്. എഴുന്നേറ്റ് വരിക. എന്താ പേര്? സുജിത. സുജിത എവിടുന്നാ വരുന്നേ? അമ്പലപ്പുഴയെന്നാ വരുന്നേ. പുന്നപ്പറ വയലാർ സേനാനിയാണോ? അല്ല, തീരദേശ. ഓക്കെ മകളെ, നീ എവിടെ ഇരുന്നപ്പോ യേശു എന്നോട് പറഞ്ഞു, ഞാൻ ഈ ചെവിയെ സൗഖ്യമാക്കി. എത്ര നാളായി ഈ വിഷയം ആരംഭിച്ചിട്ട്? 2 വർഷമായി. എങ്ങനെയാ ഒരു ഒറ്റ ദിവസം കൊണ്ടാണോ ഇത് നഷ്ടപ്പെട്ടത്? എന്താ സംഭവിച്ചേ? എനിക്ക് ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ടത്. ഓപ്പറേഷനിലൂടെയാ നഷ്ടപ്പെട്ടേ. ഓഹോ, അവിടെ ഇരുന്നപ്പം ഭയങ്കര വേദന അനുഭവപ്പെട്ടു. ഞാൻ അന്നേരം യേശുവിനോട് ചോദിച്ചു, യേശുവേ, ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാണ് ഇവിടെ വന്നത്. പുന്നപ്പറയെന്ന് ഇവിടെ വരാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? ഒത്തിരി വൈകിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. 11 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയേ. ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവരൊക്കെ 11:15 വന്നവരാണ്ടൊക്കെ ഇരിക്കുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ. അപ്പോൾ ഈ 2 വർഷം മുമ്പ് ഓപ്പറേഷനിലൂടെ കേൾവി നഷ്ടപ്പെട്ട ശേഷം ഫർദർ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ലേ? പോയത് പഴുപ്പ് കയറി അസ്ഥി പൊടി. എക്സാക്ട്ലി, അതാ ഞാൻ കണ്ടേ. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുകയാ അല്ലേ? അതെയാണ്. ഈ മകൾ അവിടെ ഇരുന്നപ്പോ യേശുവിനോട് പറഞ്ഞ അതാ പൊടിഞ്ഞ് ഇതിൻ്റെ അകത്ത് എല്ലും ഞരമ്പും എല്ലാം കൂടെ പോയിരിക്കും. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല, പൊള്ളയാ. പക്ഷെ ഞാൻ ഇന്നതിനെ മുഴുവൻ പുതുക്കി സൃഷ്ടിക്കാം. കരമടിച്ചത് യേശുവിന് മഹത്വം കൊടുക്കുക. പുന്നപ്ര വയലാർ സേനാനി ആയിരുന്ന ഈ മകളെ യേശു ഇന്ന് സൗഖ്യമാക്കി. യേശുവിൻ്റെ ജീവൻ നിന്റെ ശരീരത്തിൽ അടിച്ചിരിക്കുന്നു. ആ ചെവി കേൾവി നഷ്ടപ്പെട്ടു എന്ന് ഡോക്ടറെ സാക്ഷ്യപ്പെടുത്തിയ ആ ചെവി തുറന്നു പിടിക്കുക, മറ്റേ ചെവി അടയ്ക്കുക. തിരിഞ്ഞു ഞാൻ പറയുന്നത് പറയണേ. കർത്താവ് എൻ്റെ രക്ഷിതാവാണെന്ന് ഞാൻ ദൈവനാമത്തിൽ ഏറ്റുപറയുന്നു. യേശു എനിക്ക് വേണ്ടി നല്ലവൻ അടച്ചിരിക്കുകയാണ്. യേശു എനിക്ക് വേണ്ടി എല്ലാം മാറ്റി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയറായി. കരമടിച്ചൊന്ന് യേശുനാഥനമാണ്. പ്രിയ പിതാവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതിനെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ മുമ്പിലേക്ക് വരുന്നതും നടത്തുന്നതുമാണല്ലോ യഥാർത്ഥ ആരാധന. ഇന്ന് ഈ യഥാർത്ഥ ആരാധനയ്ക്ക് വേണ്ടി തങ്ങളെ സമർപ്പിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തെ ജീവൻ വരുത്തിയത് അങ്ങ് വന്നിട്ടാണ്.
വിശുദ്ധമാക്കിയത് വിശുദ്ധനായി അങ്ങ് വന്നിട്ടുള്ളതാണ്. പ്രസാദമുള്ളതാക്കിയത് ദൈവം പ്രസാദിച്ച അവിടുത്തെ പുത്രനായ യേശു നിമിത്തമാണ്. ജീവനും വിശുദ്ധിയും ദൈവപ്രസാദവുമുള്ള യാഗമാക്കി ഞങ്ങളുടെ ശരീരത്തെ ജീവനുള്ളതാക്കി മാറ്റിയതിനാൽ ഞങ്ങൾ അങ്ങനെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അത് നന്മയ്ക്കായി തീരട്ടെ. ഈ ബോധ്യത്തിൽ യാഗവസ്തുവിൻ്റെ മേൽ യാഗപീഠത്തിൽ നിന്ന് അനുഗ്രഹം വർദ്ധിക്കുന്നത് പോലെ ഈ സമയത്ത് ഈ നിന്റെ മക്കളുടെ മേൽ അനുഗ്രഹങ്ങൾ വന്ന് വീഴട്ടെ. അതിനായിട്ട് നന്ദി. യാഗവസ്തുവിനെ അംഗീകരിക്കപ്പെടുമ്പോൾ അത് നിമിത്തം അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ ഈ നിന്റെ മക്കൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകിയാൽ സകലത്തിലും മതിയെന്ന് പറയുവോളം വർദ്ധിക്കപ്പെടുമാറാകട്ടെ. അതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ അവരെ തുറക്കുന്നു. വർദ്ധിച്ചു വരുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.